വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനെ നമ. നമ്മള് ദിവ്യക്ഷേത്രാദർശയുടെ 35-36 ശ്ലോകങ്ങളാണ് ഇന്ന് സാറ് നമ്മളുടെ അടുത്ത് പറഞ്ഞു തരാൻ പോകുന്നത്. പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. ഓം ഗുരുഭ്യോ നമഃ. തീർത്ഥം പാപഹരം പവിത്രം അറിവിൻ സാരസ്വതം സാഗരം സാർത്ഥം നിഷ്കളമാത്മബോധമഖിലാണ്ട പ്രേമ പൂർണാകരം ദീപ്തം പാദയുഗം പ്രകാശനിലയം സച്ചിത് സുഖത്തിൻ പദം സത്യജ്ഞാനബലം തരുന്നൊരഭയം ശ്രീനീലകണ്ഠൻ ഗുരു. സത്യജ്ഞാനബലം തരുന്നൊരഭയം ശ്രീനീലകണ്ഠൻ ഗുരു. ഓം വിദ്യാധിരാജായ നമഃ. 35-ാം ശ്ലോകം. ആമൂലാദാജശൂന്യാത് പ്രസൃമര വിവരോദ്ധാമ വിദ്യുന്മതല്ലി സാന്ദ്രാചാന്ദ്രീവ ഹൃദ്യാ ഹൃദയിഷു വിധി വിഷ്ണീശ്വര പ്രാണനാഡി സംസൃത്യംഭോധി കുംഭോദരജനി മുനിരൂപ പരാഗാപി ദേവി ശക്തി കന്യാകുമാരി മണിമയ സദനാന്തർവരീവർത്തി നിത്യം. ആമൂലാത് ആച്ചശൂന്യാത് പ്രസൃമര വിവരോദ്ധാമ വിദ്യുന്മതല്ലി സാന്ദ്രാ ചാന്ദ്രീവ ഹൃദ്യ ഹൃദയിഷു വിധി വിഷ്ണുീശ്വര പ്രാണനാഡി സംസൃത്യംഭോധി കുംഭോദരജനി മുനിരൂപ പരാകാപി ദൈവീ ശക്തി കന്യാകുമാരി മണിമയ സദനാന്തർവരീവർത്തി നിത്യം. ആമൂലാത് ആചശൂന്യാത് പ്രസൃമര വിവരോദ്ധാമ വിദ്യുന്മതല്ലി സാന്ദ്രാ ചാന്ദ്രീ ഇവ ഹൃദ്യ ഹൃദയിഷു വിധി വിഷ്ണുീശ്വര പ്രാണനാഡി സംസൃത്യംഭോധി കുംഭോദരജിനി മുനിരൂപ പര കാ അഭി ദൈവീ ശക്തി കന്യാകുമാരി മണിമയ സദനാന്തർവരീവർത്തി നിത്യം എന്നാണ് ഇതിന്റെ സന്ധിച്ചത്. ഇത് വീണ്ടും ഒരു വലിയ അദ്വൈത സിദ്ധാന്തത്തിലേക്ക് വീണ്ടും എത്തിക്കുകയാണ്. ഇത് നീലകണ്ഠ തീർത്ഥപാദരുടെ ഈ കൃതികളിൽ മുഴുവൻ നോക്കുമ്പോൾ ഓരോ ദേവതാ സ്വരൂപത്തെയും അദ്ദേഹം വർണ്ണിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ അദ്വൈത സിദ്ധാന്തവുമായി നമ്മളെ അഭേദ്യമായി ബന്ധിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് ഇതിന്റെ വേറൊരു പ്രത്യേകത. ഓരോ രൂപവും അദ്ദേഹം പറയാണ്. ഓരോ രൂപത്തിൽ നമ്മളെ എങ്ങനെയൊക്കെ കാണുന്നുണ്ട്, അതൊന്നും എന്തല്ല ഒരു ഭേദത്തെ അല്ല കാണിക്കുന്നത്, ഇതൊക്കെ ഏകത്വത്തെയാണ് കാണിക്കുന്നത്. ഏകം സദ്വിപ്രാഹ ബഹുധാവദന്തി എന്ന്. അപ്പൊ വീണ്ടും നമുക്ക് തരുന്നത് വലിയ സ്വാതന്ത്ര്യമാണ്. നിങ്ങൾ ഏത് രൂപത്തിൽ ആരാധിച്ചാലും അതെന്താണ്, അതൊക്കെ ഒരു ശക്തിയെ തന്നെയാണ് വീണ്ടും വീണ്ടും പറയാം. വേദം ഋഗ്വേദം പറയുന്ന ആ യച്ഛിദ്ധി ശശ്വതാത്മന ദേവം ദേവം യജാമഹേ ത്വം ഇത് ഹൂയതേ ഹവിഹി. ഏതൊക്കെ ദേവന്മാർക്ക് വേണ്ടി നിങ്ങൾ ഏതെല്ലാം രൂപത്തിലുള്ള ആരാധനകൾ നടത്തിയാലും, ഏതൊക്കെ ദേവന്മാരെ കണ്ടുകൊണ്ട് നിങ്ങൾ വിഭിന്ന പാത്രങ്ങളിൽ ഹവിസുകൾ നൽകിയാലും, ഇപ്പൊ സോമം നമ്മൾ 12 പാത്രത്തിൽ സോമം കൊടുത്താലും അവിടെ എന്താണ്, എല്ലാ പാത്രത്തിലുള്ള സോമം ഒന്നായിരിക്കുന്നത് പോലെ അത് സ്വീകരിക്കുന്ന ഈശ്വരനും ഒന്നാണ്. അതുപോലെ നിങ്ങൾ ഏതൊക്കെ എന്താണ് മീറ്റർ വൃത്തം, ഏതൊക്കെ ഛന്ദസ്സുകളിൽ നിങ്ങൾ മന്ത്രങ്ങൾ ജപിച്ചാലും അതിൻ്റെ ആശയങ്ങൾ ഒന്നായിരിക്കുന്നത് പോലെ അത് സ്തുതിക്കപ്പെടുന്ന ദേവനും ഒന്നാണ് എന്ന് അതിലേക്ക് തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ അങ്ങോട്ട് എത്തിക്കുകയാണ് വാസ്തവത്തിൽ ഇവിടെ ചെയ്യുന്നത്.
എന്താണ് ഇവിടെ ഈ ദേവി കന്യാകുമാരി എങ്ങനെയുള്ള ദേവിയാണ്? ആമൂലാത് ആ ശൂന്യാത് ച പ്രസൃമര വിവര ഉദ്ദാമ വിദ്യുന്മതല്ലി ആയ ദേവി കന്യാകുമാരി നിത്യം മണിമയ സദന അന്തഃ വരീവർത്തി. ആ ദേവി എന്നും കന്യാകുമാരി ക്ഷേത്രത്തിൽ എന്ത് ചെയ്യുന്നു? മണിമയ സദനാന്തഃ വരീവർത്തി. മണിമയമായിട്ടുള്ള രത്നമയമായിട്ടുള്ള സദനത്തിന് ഉള്ളിലെ സവിശേഷമായ സാന്നിധ്യത്തോടെ സാതിശയമായി കുടികൊള്ളുന്നു എന്നാണ്. ആ ദേവി എങ്ങനെയുള്ളതാണ്? ആ മൂലാത് ആച ശൂന്യാത്, മൂലത്തിൽ നിന്ന് ആരംഭിച്ച് ശൂന്യതാ പര്യന്തവും. ആ എന്നുള്ളത് മര്യാദയെ പറയുന്ന വാക്കാണ്. ആ എന്നുള്ളത് മര്യാദാവാചിയാണ്. മര്യാദ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിർത്തി. അപ്പൊ ഇന്നത് മുതൽക്ക് ഇന്നത് വരേക്ക്, അങ്ങനെയാണല്ലോ അതിർത്തി. നമ്മളിപ്പോ ഒരു വസ്തുവിന്റെ അതിർത്തി പറയുകയാണെങ്കിൽ ഇവിടം മുതൽക്ക് ഇവിടം വരേക്ക് അതാണ്. അപ്പൊ നമ്മൾ സാധാരണ ഇപ്പൊ ആ പാദ ചൂടം, പാദം മുതൽക്ക് ചൂട വരേക്ക്, ശിരസ് വരേക്ക്, അല്ലെങ്കിൽ ആ പാദ എന്താണ് മസ്തകം, ശീർഷം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആ സേതു ഹിമാചലം, സേതു തൊട്ട് ഹിമാലയം വരേക്ക്. അപ്പൊ ആ എന്നുള്ളത് മര്യാദയെ കാണിക്കുന്നതാണ്. മുതൽക്ക് വരെ എന്നാണ് മര്യാദ പറയാ. അപ്പൊ ആ മൂലാത് ആരഭ്യ, മൂലാധാരത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ആ ശൂന്യാത് ശൂന്യത്തോളവും. അപ്പൊ ഒരു ശരീരം തന്നെ ഈ പ്രപഞ്ചത്തിന്റെ ഒരു ചെറിയ പതിപ്പാണെന്നാണ്. ഒരു ശരീരം തന്നെ ഒരു പ്രപഞ്ചത്തിന്റെ ഒരു ചെറിയ പതിപ്പാണ്. ഈ സുകുമാർ അഴീക്കോട് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ ഒരിടത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. എന്താണ്? മണൽത്തരിയിൽ ലോകവും ഒരു തുള്ളി വെള്ളത്തിൽ അലകടലും ഉണ്ട് എന്ന് പാടുന്ന കവികൾ എന്ന് ഒരിടത്ത് പറഞ്ഞിരിക്കുക. ഒരു മണൽത്തരിയിൽ ഈ ഒരു ലോകം മുഴുവൻ ഉണ്ട്, ഒരു തുള്ളി വെള്ളത്തിൽ എന്താണ് ഈ സമുദ്രം മുഴുവനുണ്ട് എന്ന് പാടുന്ന കവികൾ എന്ന് പറഞ്ഞിരിക്കുക. കവികൾ അതിനെ പാടുന്നവരാണ് കവികൾ എന്നാണ് അദ്ദേഹം പറയുന്നതിന്റെ താല്പര്യം. അതുപോലെയാണെന്നാണ് പറയുന്നത്. ഒരു ജീവി എന്ന് പറഞ്ഞാൽ അതിൽ എന്തുണ്ട്? അതിൽ ഈ പ്രപഞ്ചം മുഴുവനുണ്ട്. അത് ഈ പരമാത്മാവിന്റെ സ്വരൂപമാണല്ലോ. പരമാത്മാവ് ആണ് ജീവാത്മാവായി അവിടെ കുടികൊള്ളുന്നതെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ ഒരൊറ്റ ജീവിയിൽ ഉണ്ടെന്നുള്ള വലിയ കാഴ്ചപ്പാട് ഇദ്ദേഹം അതിന് ഒന്നുകൂടെ ബൃംഹണം ചെയ്യുകയാണ്. ഓരോരുത്തരിലും എന്നിട്ട് മൂലാധാരത്തിൽ നിന്ന് തുടങ്ങി ബ്രഹ്മരന്ധ്രം വരേക്ക്. ആ ബ്രഹ്മരന്ധ്രത്തെയാണ് എന്ത് പറഞ്ഞത്? അവിടെ ശൂന്യമായി വർത്തിക്കുന്ന ബ്രഹ്മരന്ധ്രം എന്ന് പറയുന്നത്. അപ്പോ മൂലാധാരത്തിൽ നിന്ന് തുടങ്ങി ബ്രഹ്മരന്ധ്രം വരേക്കും ഉള്ള, ബ്രഹ്മരന്ധ്രത്തിന്റെ ശൂന്യത വരേക്കും എന്നാണ്. അപ്പോ നമ്മൾ ആ ശൂന്യതയിലേക്കാണ് എത്തുന്നത്. അപ്പൊ ശൂന്യം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? മറ്റൊന്നുമില്ലാത്ത ഒരൊറ്റ പരമാത്മ ചൈതന്യം മാത്രമായി വർത്തിക്കുന്നതാണ് അവിടം വരേക്ക്. അപ്പൊ അതാണ് പ്രാണിയുടെ ഗാത്രത്തിലും അതിനെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. അവിടം വരേക്കും എന്താണ്? അവിടെ വരെയുള്ള പ്രസൃമര വിവര ഉദ്ദാമ വിദ്യുന്മതല്ലി. പ്രസൃമരം എന്ന് പറഞ്ഞാൽ പ്രസരിച്ചു കൊണ്ടിരിക്കുന്നത്. സൃമരം പ്രകൃഷ്ടമായ രീതിയിൽ, സൃമര എന്ന് പറഞ്ഞാല് പ്രസരിക്കുന്നതായ ഉദ്ദാമ വിദ്യുന്മതല്ലി, ഉദ്ദാമമായിരിക്കുന്ന എന്ന് പറഞ്ഞാൽ എന്താണ്? വർദ്ധിച്ച ശോഭയോട്, ഉത്തായ ധാമ ശോഭ, വർദ്ധിച്ച ശോഭയോടുകൂടി വർത്തിക്കുന്നതായ വിദ്യുന്മതല്ലി, വിദ്യുത്ത് ഇടിമിന്നല്. മതല്ലി എന്ന് പറയുന്നത് ശ്രേഷ്ഠവാചിയാണ്. ശ്രേഷ്ഠമായ ഇടിമിന്നൽ, ആ ഇടിമിന്നലിനെ പോലെ വർത്തിക്കുന്നവളായി. ഹൃദയിഷു സാന്ദ്രാ ചാന്ദ്രീ ഇവ. ഹൃദയികൾ എന്ന് പറഞ്ഞാല് ഹൃദയത്തോട് കൂടിയവര്,
ഹൃദയം എന്ന് പറയുമ്പോൾ അപ്പൊ എല്ലാവർക്കും ഹൃദയമുണ്ട്. അപ്പൊ ഹൃദയി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പ്രകൃഷ്ടമായ രീതിയിലുള്ള ഹൃദയത്തോട് കൂടിയവരിൽ എന്നർത്ഥം അല്ലെ. നമ്മള് ഹസ്തി എന്ന് പറയുന്നത് കരമുള്ള എല്ലാവരെയും അല്ല, കരമുള്ളത് എന്നുള്ളത് കൊണ്ട് സവിശേഷമായ ശ്രദ്ധ ആകർഷിക്കുന്ന ആനയെയാണ് നമ്മൾ ഹസ്തി എന്ന് പറയുന്നത് അല്ലെ. മറ്റു ജീവികളെ വെച്ച് നോക്കുമ്പോൾ വേറെ ജീവികൾക്കൊന്നും ഇത് കാണുന്നില്ല. ഇത് വളരെ അഴകാർന്നതുമാണ്, മറ്റു ജീവികളിൽ നിന്ന് അതിനെ വേർതിരിക്കുന്നതുമാണ്. പിന്നെന്താണ്? അങ്ങേറ്റം കരുത്താർന്നതും ആയ ഹസ്തം. അതുള്ളതിനെ നമ്മൾ ഹസ്തി എന്ന് പറയുന്നത് പോലെ ഇവിടെ എന്താണ്? ഹൃദയികളിൽ പ്രകൃഷ്ടമായ രീതിയിൽ, സവിശേഷമായ രീതിയിൽ ഹൃദയത്തോട് കൂടിയവരായ ആളുകളിൽ സാന്ദ്രമായ ചാന്ദ്രി ഇവ. സാന്ദ്രമായ നിബിഡമായിട്ടുള്ള, ഇടത്തിങ്ങിയ എന്നർത്ഥം. അതിന്റെ ചാന്ദ്രി എന്ന് പറഞ്ഞാല് ചന്ദ്രിക. അദ്ദേഹം ഒരു പുതിയ പദം അങ്ങോട്ട് പ്രയോഗിച്ചിരിക്കുകയാണ്. ചാന്ദ്രിയായ ശോഭ. നമ്മൾ സാധാരണ ജ്യോത്സന, ചന്ദ്രിക എന്നൊക്കെയാണ് നമ്മൾ പറയാറ്. അപ്പൊ ഇവിടെ ചാന്ദ്രി ഇവ, അപ്പൊ ചന്ദ്രന്റെ തേജസ്, ചന്ദ്രകാന്തി എന്നർത്ഥത്തിൽ ചാന്ദ്രി എന്ന പദം പ്രയോഗിച്ചിരിക്കുന്നു. ചാന്ദ്രിയെ പോലെ, ജ്യോത്സനയെ പോലെ ഹൃദയത്തിന് ഇണങ്ങുന്നവളായിട്ട്. ഹൃദയം അല്ലെ, ഹൃദയം എന്ന് പറഞ്ഞാല് നമ്മുടെ ഹൃദയത്തിന് ഇണങ്ങുന്നത്, ഹൃദയത്തെ കണ്ടത് എന്നൊക്കെ പറയും. ഹൃദയത്തെ ബന്ധിച്ചു നിർത്തുന്നത്, ബന്ധുരം, ബന്ധിക്കുന്ന ശീലത്തോട് കൂടിയതാണ് ബന്ധം. അപ്പൊ അതുപോലെ നിബിഡമായ ചന്ദ്രിക പോലെ കവിയുടെ സ്വാതന്ത്ര്യം തന്നെ പ്രയോഗിക്കുകയാണ്. ചന്ദ്രിക എങ്ങനെയാണ് നിബിഡമാകുന്നത്? അതിനെ നമുക്ക് കട്ടിയാക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അതിന്റെ ആ ഹൃദ്യത നോക്കുമ്പോ അത് എന്തുപോലെ തോന്നുകയാണ്? അത് ജ്യോത്സന തന്നെ, നിലാവ് തന്നെ എന്തുപോലെ കട്ടയായി ഇരിക്കുന്നത് പോലെ. നമ്മുടെ മേൽപ്പത്തൂര് സാന്ദ്രമായ ആനന്ദം എന്ന് പറഞ്ഞതുപോലെ. ആനന്ദ തീർത്ഥം എന്താണ്? അത് ഒരിക്കലും എന്തല്ല, അത് മൂർത്തമല്ല, അമൂർത്തമാണ്, അബ്സ്ട്രാക്റ്റ് ആണ്. എന്നിട്ടും അതെന്താണ്? അത് സാന്ദ്രമായി എന്ന് പറഞ്ഞ പോലെ കവികള് അത് അങ്ങനെയുള്ള സ്വാതന്ത്ര്യം പ്രയോഗിച്ച് നമ്മുടെ മനസ്സിൽ എന്താണ് അങ്ങനെയുള്ള ആനന്ദ നിശ്ചന്തികളായിട്ടുള്ള പദങ്ങളെ നമ്മളിൽ നിറയ്ക്കാറുണ്ട്. അതുപോലെ വിധി വിഷ്ണു ഈശ്വര പ്രാണനാഡി. വിധിയുടെയും, വിധി ബ്രഹ്മാവ്, വിഷ്ണു ഭഗവാൻ, ഈശ്വരൻ ശ്രീ പരമേശ്വരൻ, ഇവരുടെ ഈ മൂന്ന് രൂപങ്ങളുടെയും എന്നേ പറയാൻ പറ്റില്ല. ഈ മൂന്ന് കൂട്ടരും നമുക്ക് പറയാൻ പറ്റില്ല, മൂന്നും വേറെയല്ല. അപ്പൊ ഈ രൂപത്തിൽ ഒക്കെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളവർ, കാഴ്ചപ്പാടുള്ളവർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. അതൊക്കെ ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ. നമ്മൾ അതിനെപ്പറ്റി പറയേണ്ടായി. സൃഷ്ടി നടത്തുമ്പോൾ 4 വശവും കാണണം എന്നൊക്കെ നമ്മൾ പറയുകയുണ്ടായി. അവർക്ക് പ്രാണനാഡിയായി വർത്തിക്കുന്നതാണ് ഈ ശക്തി സ്വരൂപിണി. ബ്രഹ്മാവാണെങ്കിലും വിഷ്ണു ആണെങ്കിലും മഹേശ്വരനാണെങ്കിലും അവർക്ക് പ്രാണനാഡിയായി വർത്തിക്കുന്നതായ ഈ ശക്തി സംസൃത്യംബോധി കുംഭോദര ജനി മുനിരൂപ. ഇത് ഈ ശക്തി എങ്ങനെയുള്ളതാണ്? സംസൃതിയാകുന്ന അംബോധി. സംസൃതി ജന്മം, ജനനം, വീണ്ടും വീണ്ടും ഉണ്ടാകുന്നതായ പുനരഭി ജനനം. സംസൃതിയാകുന്ന അംബോധി, അംബസിന്റെ നിധി, സമുദ്രം. ആ സമുദ്രത്തിന് കുംഭോദര ജനി മുനിരൂപ. കുംഭ ഉദ്ഭവനായ മുനി, കുംഭസംഭവനായ മുനി അഗസ്ത്യൻ. ആ അഗസ്ത്യനായ മുനിയുടെ രൂപത്തിൽ വർത്തിക്കുന്നവൾ. അഗസ്ത്യമുനി എന്താണ് ചെയ്തത്? സമുദ്രത്തെ കുടിച്ചു പറ്റിച്ചു, ഇല്ലാതെയാക്കി തീർത്തു അല്ലെ. അപ്പൊ പണ്ട് ഇന്ദ്രൻ വൃത്രാസുരനെ നിഗ്രഹിച്ചു. വൃത്രാസുരനെ നിഗ്രഹിച്ചപ്പോ കാലകേയൻ മുതലായിട്ടുള്ള അസുരന്മാർ സമുദ്രത്തിൽ ഒളിച്ചിരുന്നു കൊണ്ട് ലോകത്തെ വല്ലാതെ പീഡിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ രക്ഷയില്ല. ഇവരെ മാറ്റാൻ വിഷ്ണു ഭഗവാനും പറ്റുന്നില്ല എന്നാണ്. എല്ലാവരും വിഷ്ണു ഭഗവാനോട് പറഞ്ഞു, എന്താ ഇപ്പൊ ചെയ്യാ? സമുദ്രത്തിലാണ് ഒളിച്ചിരിക്കുന്നത്. വിഷ്ണു ഭഗവാൻ പറഞ്ഞു, സമുദ്രം
ഉള്ളിടത്തോളം അതിനെ വറ്റിക്കാൻ പറ്റാത്തത്തോളം നമുക്ക് ഇവരൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഉള്ളില് ഒളിച്ചിരിക്കുകയാണ് ചെയ്യുന്നല്ലേ. അപ്പോ നമ്മുടെ പണ്ട് ബാലി പറഞ്ഞിട്ടുണ്ട്, ശ്രീരാമനോട് പറഞ്ഞിട്ടുണ്ട്, അങ്ങ് എന്തിനാ സുഗ്രീവനോട് സഖ്യം ചെയ്തത്? എന്നോട് സഖ്യം ചെയ്തെങ്കിൽ സമുദ്രത്തിന്റെ അടിയിൽ പോയി ഇരുന്നാലും ഞാൻ കൊണ്ടുവന്ന് തന്നേനെ ഒരൊറ്റ ദിവസം കൊണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ വിഷ്ണു ഭഗവാൻ പറയുന്നത് സമുദ്രം പറ്റിക്കാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ്. അപ്പൊ അവിടെയാണ് ഈ ഓരോ രൂപത്തിലും പ്രത്യക്ഷപ്പെടുന്ന ദേവന്മാർ അവരുടെ പരിമിതികൾ വെളിപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. വിഷ്ണു ഭഗവാന് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ ആ സമുദ്രം ഞാൻ വറ്റിച്ച് കളയാം എന്ന് വേണേ പറയാം. പക്ഷെ അങ്ങനെയല്ല, ഞാനിങ്ങനെ ഒരു സവിശേഷമായ രൂപം നിങ്ങളുടെ രൂപത്തിൽ, നിങ്ങളുടെ മനസ്സിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഉറപ്പിക്കുന്നതാണ് ആ വിഷ്ണു ഭഗവാന്റെ അവിടത്തെ ചുമതല. അപ്പൊ അതുകൊണ്ട് അതേ ചെയ്യുള്ളൂ. അപ്പോ അതുകൊണ്ടാണ് ഭഗവാൻ വാസ്തവത്തിൽ എന്താണ്, ഭക്തർക്ക് ദാസനായി വർത്തിക്കുന്ന ആളാ, ഭക്തദാസനാ ശരിക്ക് ഭഗവാനെയും. അവിടെ എന്താണ്, സ്വന്തം പ്രഭാവം പോലും മറച്ചു വെച്ചുകൊണ്ട് ഭക്തരുടെ പ്രഭാവത്തെ പ്രകടമാക്കുകയാണ് അല്ലേ. നമ്മളിപ്പോ ഒരു ഓഫീസിൽ ചെന്നിട്ട് അവിടുത്തെ ഓഫീസറാണ് അതിന്റെ പരമാധികാരി, അതിന്റെ ഓഫീസിന്റെ ഹെഡായിരിക്കുന്ന ആളോട് നമ്മൾ ചെന്ന് പറയുമ്പോ അദ്ദേഹം പലരും എന്താ പറയാ, ഞാൻ നേരെയാക്കാന്നല്ല, ഒരു കാര്യം നിങ്ങൾ ആ സെക്ഷനിൽ ചെന്നിട്ട് ആ ക്ലാർക്കിനോട് പറയൂ, അദ്ദേഹമാണത് ചെയ്യേണ്ടത് എന്ന് അത് പറയുന്നിടത്ത് ഒരു വാത്സല്യമുണ്ട് ശരിക്കും. ആ പ്രഭാവത്തെ അത് അംഗീകരിക്കുകയാണ്, അയാളുടെ പ്രഭാവത്തെ അംഗീകരിക്കുക. നേരെ മറിച്ച് അത് അയാളെ കൊണ്ട് ഞാൻ ചെയ്യിച്ചോളാം എന്ന് പറയുന്നത് എന്തല്ല, അവിടെ ഒരു വ്യതിക്രമം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. പിന്നെ എന്തിനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നതെന്നൊരു തോന്നൽ ആർക്കുണ്ടാകാം, മറ്റേ ആൾക്ക് ഉണ്ടാകാം. അപ്പൊ ഇവിടെയാണ് അത് സമുദ്രം ഉള്ളിടത്തോളം അത് സാധ്യമല്ല. അപ്പൊ പിന്നെ എന്താണ്, ഇതൊക്കെ പറ്റുന്ന ആർക്കാണ്, കുംഭസംഭവനായ മുനിക്ക് ഇത് പറ്റുകയുള്ളൂ, അഗസ്ത്യ മുനിക്കേ പറ്റുള്ളൂ. വേണം ദേവന്മാര് അഗസ്ത്യനോട് പറഞ്ഞത്. അഗസ്ത്യൻ എന്ത് പറഞ്ഞു, അഗസ്ത്യൻ വളരെ സന്തോഷമായിട്ടത് അംഗീകരിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു, കയ്യിൽ എടുത്തുകൊണ്ട് സമുദ്രത്തെ പാനം ചെയ്തു എന്നാണ്. അങ്ങനെയാണ് അതിൽ നിന്ന്. അപ്പൊ എന്തായി, സമുദ്രം ഇല്ലാത്ത അവസ്ഥയായി. അപ്പൊ ദേവന്മാർക്ക് സങ്കടമായി, രത്നാകരം തന്നെ ഇല്ലാതെയായി തീർന്നു. അതിനും വഴിയുണ്ട്. അതിന് വഴി പിന്നെ എന്താണ്, നമ്മുടെ ഭഗീരഥൻ തപസ് ചെയ്ത് ഗംഗയെ കൊണ്ടുവന്നു. അപ്പൊ അതിനായിട്ടാണ് സഗരപുത്രന്മാരെ കപിലൻ എന്ത് ചെയ്തു, കപിലൻ അവിടെ പാതാളത്തിൽ വെച്ച് അവരെ തന്റെ ക്രോധാഗ്നിയിൽ ഭസ്മമാക്കി തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ്, ആ കുലത്തിൽ ജനിച്ച ആളാണ് ഭഗീരഥൻ. ആ ഭഗീരഥൻ എന്ത് ചെയ്തു, തപസ് ചെയ്തോട് ഗംഗാ നദിയെ കൊണ്ടുവന്നു. പിന്നെ എന്താണ്, അതില് അങ്ങനെ സമുദ്രം അവിടെ നിറയുണ്ടായി. അപ്പൊ ഈ സാഗരന്മാരാണ് ശരിക്കും എന്തുണ്ടായത്, വീണ്ടും സമുദ്രത്തിനുള്ള സ്ഥലം ഒരുക്കിയത്. എങ്ങനെ അവരെങ്ങനെ കുഴിച്ച് പോയി എന്നാണ്. ഇതൊക്കെ നമുക്ക് മനസ്സിലാകുന്ന വിധത്തിലുള്ള ഓരോ കഥകള് പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ഈ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ ദേവി എങ്ങനെയുള്ള ദേവിയാണ്, ഈ ദേവി സാക്ഷാത് കുംഭസംഭവനെ പോലെയാണ്. മനുഷ്യരെ എങ്ങനെയുള്ളവരാണ്, ജനിമൃതികൾ കൊണ്ട് പൊറുതിമുട്ടുന്നവരാണ്. അപ്പോ സംസാര സാഗരത്താൽ പൊറുതിമുട്ടുന്നവരായ ആളുകൾക്ക് കുംഭസംഭവനായ മുനിയെ പോലെയാണ് ഈ ദേവി എന്ന് പറഞ്ഞാൽ, അവരുടെ ആ സംസാര സാഗരത്തെ പൂർണ്ണമായും ഇല്ലാതെയാക്കുന്നവന് ശക്തയായിട്ടുള്ളവളാണ് ഈ ദേവി. അപ്പോ സംസൃത്യംബോധി കുംഭോദരജനി മുനിരൂപ, കുംഭോദരജനിയായിട്ടുള്ള, കുംഭോദരനായി ജനിച്ച മുനിയുടെ രൂപത്തിൽ വർത്തിക്കുന്നതായ പരാ കാ അഭി ദേവി, പരയായ അത്യുത്കൃഷ്ടയായ കാ അഭി കിമഭി എന്നൊക്കെ പറയുന്നത് എന്താണ്, ശരിക്കും കിം ശബ്ദത്തോടു കൂടി അഭി എന്ന് ചേർത്തതാണ് അല്ലേ. അഭി, ചന, ചിത്, ഈ കിം ശബ്ദത്തോട് കൂടിയിട്ട് അഭി, ചന, ചിത് എന്നിങ്ങനെ 3 അവയവങ്ങൾ ചേർത്തിട്ട് എന്തുണ്ടാക്കാറുണ്ട്, ഉത്കൃഷ്ടമായ എന്നൊരർത്ഥം ഉണ്ടാക്കാറുണ്ട് അല്ലെ. കാ അഭി, കോബി, അപൂർവ കോപി കോശോയം, അപൂർവമായ കോപി എന്ന് പറഞ്ഞാൽ ഉത്കൃഷ്ടമായ എന്നർത്ഥമാണ്.
അതുപോലെ കിഞ്ചിത്. കിഞ്ചിത് എന്ന് പറഞ്ഞാൽ എന്തോ ഒന്ന് അർത്ഥമാണ്. അത് കിം ശബ്ദം തന്നെയാണ്. സ്ത്രീലിംഗത്തിലാവുമ്പോ കാ അബി. കിം എന്നാവുമ്പോ നപുംസലിംഗത്തില് കിം അബി. കഹ എന്നുള്ളതാവുമ്പോ പുല്ലിംഗത്തിൽ കഹ അബി കോബി എന്ന് പറയുന്നത്. ഇത് മൂന്നും ഇതിന്റെ എല്ലാ വിഭക്തികളോടും ഇത് ചേർക്കും. കിഞ്ചിത്, കിഞ്ചന, കിമപി. അതുപോലെ അപ്പൊ എന്താണ്, അത് ഉത്കൃഷ്ടതയെ കാണിക്കാനാണ് അത് ചേർക്കുക. അപ്പൊ കാ അഭിദേവി, അത്യുത്കൃഷ്ടയായ ഒരു ദേവി. ആരാണത്? ദേവി ശക്തി, ശക്തിയായ ആ ദേവി കന്യാകുമാരി. അവൾ ആരാണ്? കന്യാകുമാരിയാണ്. ആ കന്യാകുമാരി, കന്യയായിരിക്കുന്ന കുമാരിയാണ് ആ ദേവി എന്നും എല്ലാ കാലവും. ആ കന്യാകുമാരി നിത്യം എന്നുമെന്നും മണിമയ സദന അന്തഹ, മണിമയമായ സദനത്തിന്റെ, ആലയത്തിന്റെ, മന്ദിരത്തിന്റെ അന്തഹ, അന്തഹ അഭ്യന്തരത്തിൽ, ഉള്ളിൽ, ആ ക്ഷേത്രത്തിനുള്ളിൽ എന്ത് ചെയ്യുന്നു? വരീവർത്തി, നിത്യം വരീവർത്തി, എല്ലാ ദിവസവും സവിശേഷമായ പ്രഭാവത്തോടെ അവിടെ വർത്തിക്കുന്നു എന്നും വർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ മൂലാധാരത്തിൽ നിന്ന് ആരംഭിച്ചിട്ട് ബ്രഹ്മരന്ധ്രത്തിന്റെ ശൂന്യത വരെയും ഉള്ള അപ്രകാരം പ്രസരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു വിവരം, അങ്ങനെ ഒരു വിവരം എവിടെയുണ്ട്? ജീവികളിൽ ഉണ്ട്. ഏത് ജീവിയിലും അങ്ങനെ ഒരു വിവരം ഉണ്ട്. അപ്പൊ വിവരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗഹ്വരമാണ്, ഗുഹയാണ് വിവരം. നമ്മളിന്ന് ഇൻഫർമേഷൻ, വിവര സാങ്കേതിക വിദ്യയുടെ എന്താണ് മാസ്മരിക ശക്തിയില് പകച്ചു നിൽക്കുകയാണ് നമ്മൾ ഇന്ന്, അല്ലെ? അപ്പൊ വിവരം, വിവരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുഹ എന്നാണ് ഒരർത്ഥം. അതിന് തന്നെ നമ്മൾ എന്ത് പറയുന്നു? ഇൻഫർമേഷൻ എന്നുള്ള അർത്ഥവും നമ്മൾ പറയുന്നു. എന്താണ്? വിവൃണോതി. വിവൃണോതി എന്ന് പറഞ്ഞാൽ എന്താണ്? വിവരിക്കുന്നു. അപ്പൊ വിവരിക്കുന്നതാണ് വിവരം. ഇപ്പൊ നമ്മള് എന്താണ്, ഇപ്പൊ അന്ധകാരത്തെ നമ്മളൊരു എന്താണ്, അല്ല, അറിവില്ലായ്മയെ, അജ്ഞതയെ നമ്മളൊരു എന്താ പറയുന്നു, അന്ധകാരമായിട്ട് കാണുക. അജ്ഞത ഒരു അന്ധകാരം നമ്മൾ പറയുന്നുണ്ടല്ലോ. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചട്ടുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അപ്പോ അജ്ഞാനത്തിന്റെ അതിന്റെ സൂചനയാണ് നമ്മൾ ബ്ലാക്ക് ബോർഡിലെ ചോക്ക് കൊണ്ട് എഴുതുന്നത്. നല്ല ചോക്ക് കൊണ്ട്, അല്ലെ? ശരിക്കും അതൊരു പ്രതീകാത്മകമാണ്. നമ്മൾ ഇന്ന് അതിനെ തള്ളിക്കളഞ്ഞു. ഇന്ന് നമ്മൾ ക്ലാസ് റൂമുകളിൽ വെളുത്ത ബോർഡിൽ അധ്യാപകൻ കറുപ്പ് കൊണ്ട് എഴുതുന്നു. എനിക്ക് വല്ലാത്ത വിഷമം തോന്നാറുണ്ട്. ചിലപ്പോ ചിലയിടത്തൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ 2 ബോർഡും ഉണ്ടാവും. ബ്ലാക്ക് ബോർഡും ഉണ്ടാവും, വൈറ്റ് ബോർഡും ഉണ്ടാവും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാൻ നിവൃത്തിയുള്ളത്തോളം ഞാൻ ബ്ലാക്ക് ബോർഡിൽ എഴുതുള്ളൂ. അപ്പൊ ഞാൻ പറയും, ബ്ലാക്ക് ബോർഡ് ഇതിന്റെ പ്രതീകമാണ്, അജ്ഞാനത്തിന്റെ പ്രതീകമായിട്ട് ആ ബ്ലാക്ക് ബോർഡ് അവിടെ നിൽക്കുന്നു. അതിൽ ചോക്ക് കൊണ്ട് ഒരു അക്ഷരം എഴുതി, എന്തൊരു കാന്തിയാണ് അതിന്. വെളുത്ത ബോർഡിൽ കറുപ്പ് കൊണ്ട് എഴുതുന്ന കാന്തിയല്ല, നല്ല ബ്ലാക്ക് ബോർഡിൽ ചോക്ക് കൊണ്ട് എഴുതിയാൽ അതിലൊരു ബിന്ദു നമ്മൾ ഇട്ടാൽ അതാണ് പ്രകാശത്തിൻ്റെതായ ആ ബിന്ദു. അതിനെ വലുതാക്കുക, വിവരിക്കാതെ ആ ബിന്ദു വലുതാകും തോറും എന്താണ്? അത് വലുതായി, അറിവ് വലുതായി വരുന്നു. അറിവ് കൂടുന്തോറും നമ്മുടെ ചുറ്റുമുള്ള അന്ധകാരത്തിന്റെ വ്യാപ്തിയും കൂടിയതായി നമുക്ക് തോന്നും, അല്ലെ? ഒരു ബിന്ദു ആണെങ്കിൽ ആ ബിന്ദുവിന്റെ ചുറ്റുമുള്ള അന്ധകാരം നമ്മൾ കാണുന്നുള്ളൂ. അത് വലിയൊരു വൃത്തമായപ്പോ ആ വൃത്തത്തിന്റെ ചുറ്റുമുള്ള അന്ധകാരത്തെ നമ്മൾ കാണുന്നുണ്ട്. അതാണ് കുഞ്ഞുണ്ണി മാഷ് പറയുന്നത്. അറിവുള്ളവൻ അറിവ് ഗ്രേസായിരുന്നു. സാറ് ഓർമ്മിക്കുകയാണ്. എന്തെങ്കിലും കോള് വന്നിട്ടുണ്ടാവും, അങ്ങനെ പറ്റും. ഫോണാണെങ്കിലേ കോള് വന്നിട്ടുണ്ടാവും. അവന് അറിവില്ല എന്ന് അറിയില്ല, അറിവുള്ളവന് അവന് അറിവില്ലെന്ന് അറിവുണ്ടെന്ന്. അപ്പൊ അതുപോലെ അപ്പൊ ഇതാണ് ഈ വിവരം എന്നുള്ളത് ഇതായിട്ട് വന്നത്.
ഇത് ഈ ചെറിയ ആ ബിന്ദു ഇങ്ങനെ വലുതായി 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 വിവൃണോതി, വിവരിക്കുന്നത് വിവരം എന്ന് പറയുന്നത്. ഇനി ഗുഹ എന്നുള്ള അർത്ഥം എങ്ങനെയാണ്? എല്ലാറ്റിനെയും ഇടയ്ക്ക്. അപ്പൊ നമ്മളൊരു ഭിത്തി നോക്കുകയാണ്, ആ ഭിത്തിയിലും എന്തുണ്ട്? ഒക്കെ ചെറിയ ചെറിയ കുത്തുകൾ അതിലുണ്ട്. അതില് ഒരു ബിന്ദു, ഒരു ഓട്ട. ആ ഓട്ടയിൽ നമ്മൾ ഒരു സൂചിയോ ആണിയോ വെച്ചിട്ട് അതിനെ ഇങ്ങനെ വലുതാക്കാം. അപ്പൊ അതെന്താണ്? അതൊരു ഗുഹയായിട്ട് മാറും. അങ്ങനെയാണത് എന്തായി തീർന്നത്? ഈ ഗുഹയും വിവരമായത് രണ്ടും എന്താണ്? അപ്പൊ ഒരു ആശയ തലത്തിൽ തന്നെ നിൽക്കുന്നതാണിത്. നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ആശയമാണ്. അതാണ് നമ്മുടെ പല പദങ്ങളും പറയുന്നതും അങ്ങനെ തന്നെയാണ്. നമ്മുടെ മനസ്സിൽ നമ്മൾ അറിയാതെ ഒരു ചെറിയ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ബാലൻസ് എന്നൊക്കെ പറയാറില്ലേ? ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ത്രാസാണ്. അപ്പൊ നമ്മള് പറയാറുണ്ട്, കാശ് കൊടുത്തിട്ട് നമ്മൾ ബാലൻസ് വാങ്ങുക എന്ന് പറയും. എന്താ ബാലൻസ് വാങ്ങുക? അപ്പൊ നമ്മളൊരു സർവീസിന് നമ്മളൊരു ഭാരം കണക്കാക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ ഒരു ത്രാസുമുണ്ട്. നമുക്ക് കിട്ടിയ സർവീസ് അല്ലെങ്കിൽ വസ്തുവിനെ നമ്മൾ അതിന്റെ ഒരു തട്ടിൽ വെച്ചു. നമ്മൾ കൊടുത്തത് 10 രൂപയുടെ സർവീസാണ് അല്ലെങ്കിൽ സാധനമാണ് നമ്മൾ വാങ്ങിയത്. അടുത്ത തട്ടിൽ നമ്മൾ കൊടുത്ത് 100 രൂപയുടെ തുട്ടാണ് അല്ലെങ്കിൽ നോട്ട്. അത് വെച്ചപ്പോ എന്തായി തീർന്നു? അതിന്റെ തട്ടങ്ങ് താണുപോയി. അപ്പൊ അതിൽ നിന്ന് 90 ഇങ്ങോട്ട് എടുത്താലേ ബാലൻസ് ആയിട്ട് നിൽക്കുകയുള്ളൂ. ഇത് മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ബാലൻസ് അല്ലെങ്കിൽ ബാക്കി എന്നല്ലേ പറയുന്നത്. ബാക്കി ബാലൻസ് ആയത് പോലും ഇങ്ങനെ ഒരു അമൂർത്തമായ ഒരു ത്രാസ് നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ്. അത് കോടതിയിൽ വരെ അത് എത്തിയിട്ടുമുണ്ട്. കോടതി നീതി ദേവത കണ്ണടച്ച് നിൽക്കുന്നു, ഒരാൾ ചെയ്ത കുറ്റം ത്രാസിൽ വെക്കുന്നു. കണ്ണ് കെട്ടിയിട്ടാണ് ദേവത ഇരിക്കുന്നത്. അയാൾക്കുള്ള ദണ്ഡനം അടുത്ത തട്ടിൽ വെക്കുമ്പോൾ അതെന്താവണം? അത് ബാലൻസ് ചെയ്തിട്ട് നിൽക്കണം. ഇതാണ് അവിടെ നടക്കുന്നത്. അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ. അതാണ് കുമാരനാശ പറയുന്നത്. എന്താണ്? തന്നതില്ല പരൻ ഉള്ളിൽ കാട്ടുവാൻ ഒന്നുമേ നരൻ ഉപായം ഈശ്വരൻ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെയുള്ള സങ്കേതങ്ങളെ അവലംബിച്ചുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് വരുന്നത്. അപ്പോൾ ഈ വിധത്തിലുള്ള ആ ദേവി മണിമയമായ ആ സദനത്തിൽ ഇരിക്കുകയാണ്. അപ്പൊ ഇത് പിന്നെ എങ്ങനെയാണ് ഇത് വർദ്ധിച്ച ശോഭയാർന്ന മിന്നൽ പിണറിന്റെ ശോഭയോടെയാണ് എന്ത് ചെയ്യുന്നത്? ഈ നമ്മുടെ മൂലാധാരത്തിൽ നിന്ന് തുടങ്ങി ബ്രഹ്മരന്ധ്രം വരേക്കും എത്തുന്ന ആ ഗഹ്വരത്തിൽ എന്ത് വർത്തിക്കുന്നത്? ഈ ദൈവിക ശക്തി വർത്തിക്കുന്നത്. വലിയ ശോഭയാണ് അത്. അതാണ് ധ്യാനനിഷ്ഠരായിട്ടുള്ള ആളുകളാണ് അതിനെ ദർശിക്കാൻ ശക്തരാകുന്നത്. അപ്പൊ അതെന്താണ്? അതും വിദ്യുത്തിന്റെ സാന്ദ്രമായ ശോഭയാണ് അത്. പിന്നെ അത് ആസ്വാദനക്ഷമമായ ഹൃദയത്തോട് കൂടിയവരിലാണ് അത് എന്തായിട്ട് തോന്നുന്നത്? അത് നിലാവ് പോലെ സാന്ദ്രമായ രൂപത്തിൽ, തേജോ രൂപത്തിൽ കാണുന്നത്. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്ന ദേവന്മാരുടെ പ്രാണനാടി തന്നെയാണ് ആ ദേവി. അതെന്താണ്? അത് മനുഷ്യർക്ക്, ജീവികൾക്ക് അവരുടെ ജനിവൃതികളെ ഇല്ലാതെയാക്കുവാൻ പറ്റിയതായ കുംഭസംഭവനെ പോലെ ഉള്ള പ്രഭാവത്തോടെ വർത്തിക്കുന്നതാണ്. അതുകൊണ്ട് ആ ദേവി എന്ത് ചെയ്യണമെന്നാണ്? ക്ഷേത്രത്തിൽ വർത്തിക്കുന്നു. ആ പ്രകീർത്തനം തന്നെ ആരാധനയാണ്. ദേവിയുടെ ശക്തിയെ പ്രകീർത്തിക്കുമ്പോൾ അതെന്തായിത്തീരുന്നു? അത് ആരാധനയായി വർത്തിക്കുന്നു. ആ ദേവി വലിയ ഒരു ശക്തിയുടെ പ്രതീകമായിട്ടാണ് നിലകൊള്ളുന്നത്. കാരണം ആ ദേവി എങ്ങനെയാണ്? നിത്യം കന്യയായ കുമാരിയായി ആ ദേവി വർത്തിക്കുകയാണ്. അപ്പൊ അങ്ങനെ കന്യാകുമാരിയായി വർത്തിക്കുന്നതിൽ തന്നെ അവിടെ എങ്ങനെയാണ്? അവിടെ കിഴക്കിന് അഭിമുഖമായിട്ട് ധ്യാനനിരതയായിരിക്കുന്ന ദേവിയായിട്ടാണ് അവിടുത്തെ പ്രതിഷ്ഠ. കയ്യിൽ അക്ഷമാലയും ഉണ്ട് ദേവിക്ക്. ധ്യാനം അല്ലെ? ജപമാല, അക്ഷമാലയും ഉണ്ട്. അപ്പൊ ആ ദേവി എങ്ങനെ വർത്തിക്കുന്നു? ആ ദേവി വർത്തിക്കുന്നത് ഇങ്ങനെ ശക്തി സ്വരൂപിണിയായിട്ടാണ്. ആ ശക്തി എന്ന് പറയുമ്പോൾ ആ സ്ത്രീത്വത്തിന്റെ ശക്തി എത്രയുണ്ട് എന്നവിടെ പ്രകടമാക്കുന്നുണ്ട്. നമ്മളിപ്പോ രാമായണം വായിക്കുമ്പോൾ വളരെയേറെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഒരു സ്ത്രീയെ, ഏറ്റവും ശക്തയായ ഒരു സ്ത്രീയെ ചപലയായിട്ടും ദുഷ്ടയായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളിപ്പോ. രാമായണം വായിക്കും തോറും, രാമായണ മാസം വരുമ്പോ ഏറ്റവും ശക്തയായ ഒരു സ്ത്രീയെ എന്തായി കാണുകയാണ്?
ഏറ്റവും അത്യാഗ്രഹത്തിന്റെ മൂർത്തിയായി ക്രൂരയായി നമ്മൾ കാണുകയാണ്. നിഷ്ഠുരയാണ്, അതിൽ തർക്കമൊന്നുമില്ല. നിഷ്ഠുരയാണ് എന്ന് പറയുമ്പോൾ നിഷ്ഠുരം എന്നുള്ള പദത്തിന്റെ ശരിയായ അർത്ഥത്തിലേ എടുക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഇന്ന് പറയുന്ന നിഷ്ഠുരം എന്നുള്ള അർത്ഥത്തിൽ എടുക്കാൻ പാടില്ല. നിഷ്ഠുരം എന്ന് പറഞ്ഞാൽ എന്താണ്? നീ, സ്ഥാ, ഉരച്ച്, നീ എന്ന ഉപസർഗം, പ്രിഫിക്സ്, അതുകൊണ്ട് സ്ഥാ എന്ന റൂട്ട്. സ്ഥാ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥിതി ചെയ്യുക, അല്ലെ? സ്റ്റാൻഡ്. ഇംഗ്ലീഷിലെ സ്റ്റാൻഡാണ്, സംസ്കൃതത്തിലെ സ്ഥാ ഒന്ന് തന്നെയാണ്. അപ്പൊ സ്ഥാനം എന്നൊക്കെ നമ്മൾ പറയും. സ്റ്റാൻഡ്, സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സ്റ്റാൻഡാണ്, അല്ലേ? സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ വെർബാണ്, ഈ സ്റ്റാൻഡപ്പ് പറയാറുണ്ട്. സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ നൗണാണ്, ബസ് സ്റ്റാൻഡ് എന്ന് പറയാറുണ്ട്. നമ്മുടെ പുസ്തകം വയ്ക്കുന്ന സ്റ്റാൻഡ് ഉണ്ട്, ഡ്രസ് വയ്ക്കുന്ന സ്റ്റാൻഡ് ഉണ്ട്. നിഷ്ഠുരൻ എന്ന് പറയുന്നിടത്തും ഒരു സ്റ്റാൻഡ് ഉണ്ട്. സ്ഥാ എന്താണത്? നിശേഷേണ അചഞ്ചലമായി സ്ഥിതി ചെയ്യുന്ന സ്വഭാവത്തോടു കൂടിയ, ഉരച്ച്, ഉര എന്നുള്ളത് സ്വഭാവത്തോടു കൂടിയ എന്നർത്ഥം. ബന്ധുരം എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ മനസ്സിനെ ബന്ധിക്കുന്ന ശീലമുള്ളതിനെയാണ് ബന്ധുരം എന്ന് പറയാം. മനോഹരം, അല്ലെ? മനസ്സിനെ ഹരിക്കുന്നു, മനസ്സിനെ ബന്ധിക്കുന്നു, അതാണ് ബന്ധുരം എന്ന് നമ്മൾ പറയുന്നതിന് കാരണം. ഉരച്ച് പ്രത്യയമാണ്. അപ്പോ അചഞ്ചലമായി സ്ഥിതി ചെയ്യുന്ന ശീലത്തോടു കൂടിയ നിഷ്ഠുരയായ കൈകേയിയെ നമ്മളവിടെ കാണുന്നുണ്ട്. രാമായണ മാസം ആവത് കൊണ്ടാവും പെട്ടെന്ന് രാമായണത്തിലേക്ക് മനസ്സ് അങ്ങോട്ട് തെന്നിപ്പോവാണ്, അല്ലേ? ആദ്യം എന്താണ്? എല്ലാ ചപലതകളും കാണിച്ചു. രാമനെ അഭിഷേകം ചെയ്യുന്നു. എന്റെ രാമനെ അഭിഷേകം ചെയ്തു. എന്റെ രാമൻ, കൗസല്യയുടെ രാമനല്ല, ആരുടെ രാമനാണ്? എന്റെ രാമനാണ് എന്ന് പറഞ്ഞ് തുള്ളിച്ചാടിയ ആളാണ് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയപ്പോ ഉറച്ചു നിന്നത്. അതാണ് ഞാൻ നിഷ്ഠുരം എന്ന് പറയുന്നത്. ഭർത്താവ് മരിക്കുകയാണ്. ഒരു സ്ത്രീയും ആഗ്രഹിക്കാത്താണ് എന്ത്? വൈധവ്യം എന്ന് പറയുന്നത്. ഒരു സ്ത്രീയും ആഗ്രഹിക്കാത്ത ആ വൈധവ്യം പോലും തനിക്ക് വന്നു ചേരുകയാണ്, അല്ലേ? രാമനില്ലാതെ ജീവിക്കില്ല എന്ന് പറഞ്ഞപ്പോ പോലും ഇടറാത്ത ആ മനസ്സ്, അതല്ലേ നിഷ്ഠുരത എന്ന് പറയുന്നത്. നിശേഷേണ ഇളക്കമില്ലാതെ സ്ഥിതി ചെയ്യുന്ന അവസ്ഥ. അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ധർമ്മത്തിന് വേണ്ടിയായിരുന്നു. താനും എല്ലാ അധിക്ഷേപവും ഏറ്റവും, പിന്നെന്താണ്? ഹൃദയഭേദകമായ വൈധവ്യവും അനുഭവിച്ചു, ശാരീരികമായ വ്യഥയും അനുഭവിച്ചു. മുമ്പ് രഥചക്രത്തിന്റെ കഥയിൽ ശാരീരികമായ വ്യഥ അനുഭവിച്ചു തന്റെ ഭർത്താവിന് വേണ്ടിയിട്ട്. എത്രയോ ദുസ്സഹമായ വ്യഥ അനുഭവിച്ചു അവൾ. അത് കഴിഞ്ഞ് അവൾ മനോവ്യഥയും അനുഭവിച്ചു. ഏതുകൊണ്ടുള്ളത്? വൈധവ്യം കൊണ്ടുള്ളത്. തീർന്നില്ല. കൈകേയിക്കും കൗസല്യക്കും സുമിത്രയ്ക്കും വൈധവ്യം കൊണ്ടുള്ള വ്യഥയേ ഉള്ളൂ. കൈകേയിക്ക് ലോകർ മുഴുവൻ തന്നെ നിന്ദിക്കുന്നത് കൊണ്ടുള്ള വ്യഥയും ഉണ്ടായി. എന്നിട്ടും ചലിക്കാതിരുന്ന ഒരു സ്ത്രീ രത്നം ആണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കാത്ത വലിയ ആശയ പ്രപഞ്ചം കുടികൊള്ളുന്നത്. അതുപോലെ ശക്തിയായിട്ടാണ് ഈ ദേവി ഇവിടെ നിൽക്കുന്നത്. എന്താണ്? ദേവി എന്തിനു വേണ്ടിയാണ്? ശരിക്കും പറഞ്ഞാൽ ബാണാസുരനെ നിഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദേവിയുടെ ജന്മം. ബാണാസുരനെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി. ബാണാസുരൻ വല്ലാതെ എന്താണ് ജനങ്ങൾക്ക് പേടിയൊക്കെ ഉണ്ടാക്കി ബാണാസുരന്റെ വധം ആവശ്യമാണ്. പക്ഷെ നിനക്ക് ബാണാസുരന് കിട്ടിയിട്ടുള്ള വരമനുസരിച്ചിട്ട് ഒരു കന്യകയ്ക്ക് മാത്രമേ ബാണാസുരനെ നിഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ കന്യക അത് എങ്ങനെയുള്ള കന്യകയായിരിക്കണം? അക്ഷരാർത്ഥത്തിൽ തന്നെ കന്യയായിരിക്കണം. കന്യ, വേറൊരു പദം നമുക്കുണ്ട്. കന് ധാതു വെച്ചിട്ടുള്ള വേറൊരു പദം നമുക്കുണ്ട്, കനീനിക. കനീനിക നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണിക്ക് പറയുന്ന പേരാണെന്ത്? കനീനിക. അതേ ധാതുവിൽ നിന്നാണ് കന്യ എന്നുണ്ടാകുന്നത്. കന്യ എന്താണ്? ശോഭിക്കുന്നതാണ് കനീനിക, അല്ലേ? അത് ശോഭിക്കുന്നു. എങ്ങനെയാണ്? ഈ പ്രപഞ്ചത്തെ മുഴുവൻ നമുക്ക് കാട്ടി തന്നുകൊണ്ട് പ്രശോഭിക്കുന്ന കനീനിക. അത് തന്നെയാണ് കന്യ എന്നുള്ളത്. കന്യ എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്നവളാണ്. അപ്പോ ഏറ്റവും ഹൃദ്യമായ സ്ത്രീത്വത്തിന്റെ ശോഭ കൊണ്ട് എന്താണ് ശോഭിക്കുന്നവളാണ് കന്യ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഏറ്റവും ജാജ്വല്യമാനമായ അവസ്ഥയിൽ വർത്തിക്കണം. എന്നാലേ ഇതുപോലെ ഒരു അസുരനെ നിഗ്രഹിക്കാൻ കഴിയും. അതിനുവേണ്ടി ജനിച്ചവളായത് കൊണ്ട് തന്നെ അവൾക്ക് എന്തുണ്ട്? വിശ്വാതിശായിയായ ശോഭ അവൾക്കുണ്ടായിരുന്നു. ശ്രീ പരമേശ്വരൻ അവളെ വിവാഹം ചെയ്യാൻ
ആഗ്രഹിച്ചു എന്നതാണ്. അത് തന്നെ കന്യാകുമാരിക്കും എന്തായിരുന്നു? ഇഷ്ടമായിരുന്നു. അപ്പൊ അതിനുവേണ്ടി നാരദൻ ഇതിനുള്ള വഴിയൊക്കെ ഒരുക്കി, ഇവരുടെ വിവാഹത്തിനുള്ള വഴിയൊക്കെ നാരദൻ ഒരുക്കി. അതിനുള്ള മുഹൂർത്തവും നിശ്ചയിച്ചു. മുഹൂർത്തം എന്തായിരുന്നു? മുഹൂർത്തം എപ്പോഴായിരുന്നു? നേരം പുലരുന്നതിന് മുൻപേ ആയിരുന്നു മുഹൂർത്തം അവരുടെ വിവാഹത്തിന്. അപ്പൊ വിവാഹത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും റെഡിയായി. ശിവനും ഒക്കെ അതിനായിട്ട് വന്നു. ഈ സമയത്താണ് എന്ത് ചെയ്തത്? ഇവൾ വിവാഹിതയായാൽ എന്ത് നടക്കില്ല? അവതാരോദ്ദേശം നടക്കുകയില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ഈ നാരദൻ തന്നെ എന്ത് ചെയ്തു? ഇതാ നേരം പുലർന്നിരിക്കുന്നു എന്നുള്ള ഒരു ധാരണ ശിവനിൽ ഉളവാക്കി തീർത്തു. അങ്ങനെ ശിവനിൽ ഉളവാക്കി തീർത്തപ്പോ ശിവൻ എന്താ? അയ്യോ, മുഹൂർത്തം കഴിഞ്ഞു പോയി, ഇനിയിപ്പോ വിവാഹത്തിന് നിവൃത്തിയില്ല എന്ന് കണ്ട് ശിവൻ തിരികെ പോയി. കന്യാകുമാരിക്ക് എന്ത് തോന്നി? ഓ, തന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ പറ്റിച്ചു കളഞ്ഞല്ലോ എന്നുള്ള തോന്നല് ആർക്കുണ്ടായി? കന്യാകുമാരിക്കും ഉണ്ടായി. ശരി, ഇനി ഞാൻ എന്ത് ചെയ്യില്ല, ഇനി ഒരു വിവാഹവും തനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ആ കന്യകാത്വത്തെ സംരക്ഷിച്ചുകൊണ്ട് അപ്പോഴും തപോനിരതയായിരുന്ന കുമാരിയാണ് കന്യാകുമാരി. അപ്പൊ ആ കന്യാകുമാരിക്ക് എന്തുണ്ട്? സവിശേഷമായ പ്രഭാവം അതിനുണ്ട്. തപസ്സുകൊണ്ട് ഉള്ളതായ ആ പ്രഭാവം എന്നുള്ളത്, ദൃഢനിശ്ചയത്തിൻ്റെതായ ആ ശോഭ, അതിൻ്റെ പ്രഭാവം അതൊന്ന് വേറെ തന്നെയാണ്. ഒരിടത്ത് വഴങ്ങിയിട്ടില്ല. ശിവൻ പോലും സതിയുടെ വിവാഹത്തിന് ശേഷം വീണ്ടും വിവാഹം കഴിക്കില്ല എന്നുള്ള തീരുമാനത്തോടു കൂടി ഇരുന്നുവെങ്കിലും ആ തീരുമാനമൊക്കെ മാറി, അല്ലേ? അതിനെയാണ് ആര് കളിയാക്കിയത്? ഭൗഭൂതി കളിയാക്കിയത്, അല്ലേ? അത് കഴിഞ്ഞിട്ട് എന്താണ്? പാർവതിയെ വിവാഹം കഴിഞ്ഞപ്പോ പാർവതിയെ വിട്ടുപിരിയാൻ വയ്യാത്തതായ അവസ്ഥയായി തീർന്നു. ശിവന്റെ ഗാത്രത്തിൽ നിന്ന് ഭസ്മം പാർവതിയുടെ ദേഹത്തിലേക്ക് പടർന്നിട്ട് പാർവതി ദേവിയുടെ മാരടങ്ങൾ വെളുത്ത നിറത്തോട് കൂടിയതായി തീർന്നു. അതെങ്ങനെയാ പറഞ്ഞത്? ശിവനെ കളിയാക്കുകയാണോ? ഈ ചിരിക്ക് വെളുപ്പാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്, നിറം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഭസ്മം പാർവതിയുടെ മാരടത്തിൽ, ശിവന്റെ ശരീരത്തിൽ നിന്ന് ഭസ്മം പ്രസരിച്ചപ്പോ മാരടത്തിൽ വന്നതായ ആ വെണ്മ എന്താണ്? തപസ്വീ കാം ഗതോവസ്ഥാം ഇതി സുസ്മേരാനനാവിവ ഗിരിജായാസ്തനൗ വന്ദേ ഭവഭൂതി സിതാനനൗ. ഈ താപസനായിട്ടുള്ള ഇദ്ദേഹം ഇപ്പൊ ഏതൊരവസ്ഥയിലായി തീർന്നു? ദേവിയെ വിട്ടുപിരിയാൻ പോലും വയ്യാത്ത അവസ്ഥയിലായല്ലോ എന്ന് പറഞ്ഞ് ശിവനെ നോക്കി പരിഹസിക്കുകയാണോ എന്ന് തോന്നുമാറുള്ള പാർവതി ദേവിയുടെ എന്താണ് മാരണങ്ങളെ ഞാൻ നമസ്കരിക്കുന്നു. ഗിരിജായ സ്തനൗ വന്ദേ ഭവഭൂതി സിതാനനൗ. ഭവഭൂതി കൊണ്ട് സിതങ്ങളായ ആനനത്തോടു കൂടിയവയെ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് എന്തുണ്ടായത്? ഭവഭൂതിക്ക് ഭവഭൂതി എന്നുള്ള പേര് വന്നത്, സജ്ജനാമം. അപ്പോ അതുപോലെ ഇവിടെ പക്ഷെ ദേവി അങ്ങനെയല്ല. ഈ തപസ് എന്താണ്? ആ തപസ് ഉറച്ച തപസ് തന്നെ. അത് പിന്നെ എന്താണ്? മറ്റൊരു വിവാഹത്തിന് ഇതിനെപ്പറ്റി ചിന്തിച്ചതേ ഇല്ല. ആർക്കും അത് മാറ്റാനും പറ്റില്ല. നമ്മുടെ ഒരു സവിശേഷത എന്താണ്? സ്ത്രീ കഥാപാത്രങ്ങൾക്കുള്ളതായ ആ ഉജ്ജ്വല സ്വഭാവം പുരുഷ കഥാപാത്രങ്ങളിൽ പലതിലും ഇല്ലാതെയായി പോകുന്നുണ്ട്, ഒളിമങ്ങി പോകും, അല്ലേ? പാർവതിയുടെ തപസ് നമ്മൾ ആലോചിച്ചാൽ പാർവതിയുടെ തപസ് എങ്ങനെയാണ്? മൃണാളികാ പേലവമേവമാതിഭിർ വ്രതൈസ്വഭംഗം ഗ്ലബയന്ത്യഹർനിശം തപശരീരൈ കഠിനൈരുപാർജിതം തപസ്വിനാം ദൂരമധശ്ചകാരസ. പാർവതി തപസ് ചെയ്തപ്പോ, പഞ്ചാഗ്നി മധ്യത്തിൽ തപസ് ചെയ്തപ്പോ അവൾ ഭൂഷണങ്ങൾ അണിയേണ്ട ഭാഗങ്ങൾ മുഴുവൻ ചൂടുകൊണ്ട് കരുവാളിച്ചു പോയി, കത്തിക്കരുവാളിച്ചു പോയി. അവൾ ആരാണ്? അമ്മ പറഞ്ഞു അവളോട്, തപസ് മാ, അരുത് മോളെ, നീ തപസ് ചെയ്യരുത്. അത്രയും പേലവമായ അംഗങ്ങളോട് കൂടിയവളാണ് അവൾ എന്നാണ് മേന പോലും, അമ്മയായ മേന പോലും അവളോട് പറഞ്ഞത്. എന്നിട്ടും അവൾ എന്താണ്? അവൾ അങ്ങനെയുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടി, എന്താണ്, ഒരു ഉയർന്ന ലക്ഷ്യത്തിന് വേണ്ടി നിലകൊണ്ടപ്പോ ദൃഢഗാത്രരായ താപസന്മാർ അനുഷ്ഠിച്ച തപസ്സിനെ അവൾ നിഷ്പ്രഭമാക്കി തീർത്തു എന്നാണ് കാളിദാസൻ പറഞ്ഞിട്ടുള്ളത്. മൃണാളിക പോലെ, താമരത്തണ്ട് പോലെയുള്ള ശരീരമാണ്, പക്ഷേ
ഉഗ്രമായ തപസ് കൊണ്ട് അതിനെ അവിടെ എന്ത് ചെയ്തു? ഗ്ലബനം ചെയ്യിച്ചു. അതിനെ അത്യന്തം ശോഷിപ്പിച്ചു കളഞ്ഞു, അവിടെ പീഡിപ്പിച്ചു കളഞ്ഞു അവിടെ. അപ്പൊ അതുപോലെയാണ് ഇവിടെയൊക്കെ കഥാപാത്രം. നേരെ വെച്ച പാർവതിയുടെ ഒരു ആങ്ങളയുണ്ട്. ആരാണ്? മൈനാകം. ദേവേന്ദ്രൻ പർവ്വതങ്ങളുടെ ശിരസ് ചിറകരിയുന്നു എന്ന് കേട്ടപ്പോ എന്താണ് ചെയ്യുന്നത്? സമുദ്രത്തിൽ പോയി ഒളിച്ചിരുന്നു. ഭീരുത്വം. അപ്പോ അവിടെയാണ് പുരുഷ കഥാപാത്രങ്ങളെ നമ്മൾ പലതും നോക്കിയാൽ സ്ത്രീ കഥാപാത്രങ്ങളുടെ ആ പ്രകാശത്തിന് മുന്നിൽ അവർ നിഷ്പ്രഭരായി തീരുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഈ വിധത്തിൽ ദൃഢപ്രതിജ്ഞയോടുകൂടി വർത്തിച്ചവളായ ആ ദേവി പിന്നീട് എന്ത് ചെയ്തു? അതിനുശേഷമാണ് അങ്ങനെ തൻ്റെ കന്യകാത്വത്തിന് ഭംഗം വരാതെ ഇരുന്ന് അവൾ എന്ത് ചെയ്തു? ബാണാസുരനെ നിഗ്രഹിക്കുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെയുള്ള ആ ശക്തി സ്വരൂപിണിയായ ആ ദേവി നമ്മുടെ എന്താണ് ആലയത്തിൽ വർത്തിക്കുന്നു. അപ്പൊ അതിനെ പ്രകീർത്തിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അവിടെ എന്ത് ചെയ്തിട്ടില്ല? നമുക്കുള്ള പ്രത്യേകമായിട്ടുള്ള വരങ്ങളൊന്നും അവിടെ യാചിച്ചിട്ടില്ല. നമ്മുടെ ദ്വാന്തം മാറ്റിക്കളയട്ടെ, ഹൃദ്വാന്തം മാറ്റിക്കളയട്ടെ എന്നോ അല്ലെങ്കിൽ നമുക്ക് മുക്തി നൽകട്ടെ ഒന്നും പ്രാർത്ഥിച്ചൊന്നുമില്ല. ആ ദേവിയുടെ ആ മഹത്വത്തെ പ്രകീർത്തിക്കുക മാത്രമാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അതാണല്ലോ ആരാധന എന്ന് പറയുന്നത്. ആരാധന ആ മഹത്വത്തെ അങ്ങോട്ട് എടുത്ത് വാഴ്ത്തുകയാണ്. അങ്ങനെയുള്ള ദേവി അവിടെ വർത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്. ആ മൂല അപ്പൊ ഇവിടത്തെ ഇത് ഞാൻ പറഞ്ഞല്ലോ. ആ ആശയം എന്താണ്? ഓരോ ശരീരവും ഓരോ പ്രാണിഗാത്രവും എന്താണ്? അത് ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ആ ശക്തി തന്നെയാണ്. ഈ പ്രപഞ്ചം മുഴുവൻ അതിൽ ഉണ്ട് എന്ന അർത്ഥം ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഇരിക്കട്ടെ. ആമൂലാദാചശൂന്യാത് പ്രസൃമര വിവരോദ്ധാമ വിദ്യുന്മതല്ലി സാന്ദ്രാ ചാന്ദ്രീവ ഹൃദ്യ ഹൃദയിഷു വിധി വിഷ്ണീശ്വര പ്രാണനാഡി സംസൃത്യംബോധി കുംഭോദരജനി മുനിരൂപ പരാകാപി ദൈവീ ശക്തി കന്യാകുമാരി മണിമയ സദനാന്തർവരീവർത്തി നിത്യം. കേൾക്കാനുണ്ടല്ലോ അല്ലെ? അതുകൊണ്ട് കേൾക്കാം. ഞാൻ എഴുതിയതും കൂടെ ഒന്ന് വായിക്കാം സാർ എന്നാലേ. ആയിക്കോട്ടെ. മൂലാധാരത്തിൽ തുടങ്ങി ബ്രഹ്മരന്ധ്രത്തിലൂടെ ശൂന്യത വരേക്കും വ്യാപിച്ചു പ്രസരിക്കും സുഷുമ്നാ ഗുഹയിൽ മിന്നൽ പിണർ പോലെ വർദ്ധിത ശോഭയാർന്നു പരിലസിക്കുന്ന ദേവി ആസ്വാദനക്ഷമമാം ഹൃദയങ്ങളിൽ സാന്ദ്രനിലാവെന്ന പോൽ തെളിഞ്ഞു സമാസ്വാദ്യം പ്രഭാസിച്ചും സൃഷ്ടിസ്ഥിതി സംഹാര പ്രവൃത്തികളിൽ മുഴുകിയിരിക്കും ബ്രഹ്മാവിഷ്ണു മഹേശ്വര പ്രഭൃതികൾക്കു പ്രാണനാഡിയായി വർത്തിച്ചും സമുദ്രത്തെ കുടിച്ചു വറ്റിച്ച കുംഭസംഭവൻ അഗസ്ത്യമുനിയെപ്പോൾ സംസാരസാഗരത്തെ തീർത്തുമില്ലാതാക്കുവാൻ ശക്തയായും അത്യുത്കൃഷ്ട ശക്തി സ്വരൂപിണിയായ ദേവി കന്യാകുമാരിയായി രത്നമയ മണിമന്ദജത്തിലമരുന്നു നിരതിശയ പ്രഭാവമോടെ നിത്യം. ശരിയാ. അല്ല, ശൂന്യത പറയുന്നത് ബ്രഹ്മരന്ധ്രത്തിന്റെ ശൂന്യതയാണ്. ബ്രഹ്മരന്ധ്രം അതൊരു വാക്വമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നന്നായിട്ടുണ്ട്, കുഴപ്പങ്ങളൊന്നും ഇല്ല. പറയണ്ട. അല്ല, ബ്രഹ്മരന്ധ്രത്തിലൂടെ മുകളിലേക്കെന്നാ ഞാൻ വിചാരിച്ചത്. ബ്രഹ്മരന്ധ്രമാം ശൂന്യത വരേക്കും അല്ലെ? ബ്രഹ്മരന്ധ്രം ആണ് അത്. ബ്രഹ്മരന്ധ്രമാകുന്ന ശൂന്യത വരേക്കും. ശരി. ഇനി അടുത്ത ശ്ലോകം. ചിത്തേ നർന്നർത്തുമേ തത്പദരുയുഗമൃത പ്രേത ഭാവിദ്വിലോകി മുക്തിസ്ഥാനസ്യ രാമേശ്വര നിലയ നിവിഷ്ടസ്യ ഗൗരീസഖസ്യ യത് ബ്രഹ്മേന്ദ്രാദി ദിക്പാലകമകുടതടീരാജി നീരാജിതം സത് വിശ്വം വ്യാപ്യാംശതസ്തിഷ്ഠതി മുനിഹൃദയേ രത്നഭൂതം ത്വഭൂതം. ചിത്തേ നർനർത്തു മേ തത് പദയുഗം
അമൃത പ്രേതഭാവി ദ്വിലോകീ മുക്തി സ്ഥാനസ്യ രാമേശ്വര നിലയ നിവിഷ്ടസ്യ ഗൗരീസഖസ്യ യത് ബ്രഹ്മ ഇന്ദ്രാദി ദിക്പാലക മകുട തടീരാജി നീരാജിതം സദ് വിശ്വം വ്യാപ്യ അംശതഃ തിഷ്ഠതി മുനിഹൃദയേ രത്നഭൂതം തു അഭൂതം എന്നാണ്. രാമേശ്വര നിലയത്തിൽ നിവിഷ്ടനായിരിക്കുന്ന എന്താണ് അമൃത പ്രേത ഭാവി ദ്വിലോകീ മുക്തി സ്ഥാനസ്യ ഗൗരീസഖസ്യ ഗൗരീസഖൻ ഗൗരിക്ക് സഖനായി സഖാവായി വർത്തിക്കുന്ന ദേവൻ. ഗവിക്ക് സഖാവായി വർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഗൗരിയുടെ പതി തന്നെ. ഭാര്യാഭർത്താക്കന്മാർ എന്താണ്? സമാനരാണ്. അതാണ് നമ്മുടെ ദർശനം. അതാണ് നമ്മളതിനെ പറ്റി ആ സപ്തപദീനത്തെ പറ്റി നമ്മൾ പറഞ്ഞിട്ടില്ലേ? 7 ചുവട് വെപ്പിക്കുന്നു പറയുന്നുണ്ട്. അതിൽ ആ 7ാമത്തെ ചുവട് വെച്ചാൽ എന്താണ്? സഖാ സപ്തപദീ ഭവ. അവർ തമ്മിൽ എന്തില്ല? യാതൊരു വ്യത്യാസവും ഇല്ല. ഒരേ മഹത്വമാണ്. ബാക്കിയൊക്കെ എന്താണ്? സ്റ്റാറ്റസ് ഒക്കെ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും, സ്ഥിതിയിൽ വ്യത്യാസം ഉണ്ടാവും. സ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാറ്റസ്. അത് ലോകത്തിൻ്റെതാണ്. അതിൽ നിന്ന് വിട്ടതാണ്. ഒരു അലൗകികമായ സ്ഥിതിയിലാണ് ആര് വർത്തിക്കുന്നത്? ഭാര്യാഭർത്താക്കന്മാര് വർത്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ലോകത്തില് നമ്മൾ പണ്ട് അതിഥിയെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് അതിഥി. ആരാണ് അതിഥി എന്ന് പറയുന്നിടത്ത് നല്ലൊരു നിർവചനം കൊടുത്തിട്ടുണ്ട്. യസ്യ ന ജ്ഞായതേ നാമ ന ഗോത്രം ന ച സ്ഥിതിഹി അകസ്മാത് ഗൃഹമായാതോ സോ അതിഥി സ്മൃതോ ബുധൈഹി. അങ്ങനെയുള്ള ആളാണ് അതിഥി എന്ന് പറയുന്നത്. ആരുടെയാണ് പേര് അറിഞ്ഞുകൂടാത്തത്? ന ജ്ഞായതേ നാമ ന ഗോത്രം, പേരും അറിയില്ല, ഗോത്രവും അറിയില്ല, സ്ഥിതിയും അറിയില്ല. ആ സ്റ്റാറ്റസ് ആരാണ്? സമൂഹത്തിൽ ഇദ്ദേഹം ആരാണ്? ചിലപ്പോൾ രാജാവായിരിക്കാം, രാജഭൃത്യനായിരിക്കാം, ഒന്നുമല്ലാതെയുള്ള ആരായിരിക്കാം? ഒരു വഴിപോക്കരും ആയിരിക്കാം. ആരാണെങ്കിലും ഒന്ന് അകസ്മാത് എവിടെ നിന്നറിയാത്ത വിധത്തിൽ വീട്ടിൽ വന്ന ആളാണ് അതിഥി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്തില്ല? അവിടെ സ്ഥിതി എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. സ്ഥിതിയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാറ്റസ് എന്ന്. ഇതൊന്നുമില്ലാതെ സമഭാവനയിൽ വർത്തിക്കുക. അങ്ങനെ വർത്തിക്കുന്ന ഗൗരിക്ക് സഖാവായി വർത്തിക്കുന്ന ആ ദേവനെയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ എന്താണ്? രാമേശ്വര നിലയ നിവിഷ്ട. രാമേശ്വരം എന്ന ക്ഷേത്രത്തിലെ നിലയത്തിൽ നിവിഷ്ടനായിരിക്കുന്നു. അവിടെ പ്രവിഷ്ടനായി അവിടെ സവിശേഷ സാന്നിധ്യത്തോടെ വർത്തിക്കുന്നവനാണ് ഈ ദേവൻ. ആ ദേവൻ എന്ത് ചെയ്യണം? അത് രത്നഭൂതമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നർനർത്തനം ചെയ്യട്ടെ നിരന്തരമായിട്ട്. അത് ഈ യങ് ലുക്ക് എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട് സംസ്കൃതത്തിൽ. യങ് ലുക്ക് വന്നു കഴിഞ്ഞാൽ, യങ് ലുക്ക് വന്നു കഴിഞ്ഞാൽ അത് സാതിശയമായിട്ട് അല്ലെങ്കിൽ നിരന്തരമായിട്ട് എന്നർത്ഥം. സാതിശയം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിശയത്തോടു കൂടി. അതിശയം എന്ന് പറഞ്ഞാൽ മറ്റെല്ലാറ്റിനെയും അതിക്രമിച്ച് നിൽക്കലാണ് അതിശയം. അപ്പോ മറ്റെല്ലായിടത്തും ഉള്ളതിൽ നിന്ന് വ്യതിരിക്തമായി സാതിശയമായ രീതിയിൽ നമ്മുടെ ഹൃദയത്തിൽ ആ സ്വരൂപം നൃത്തം ചെയ്യട്ടെ എന്നാണ്. അല്ലെങ്കിൽ നിരന്തരമായി നൃത്തം ചെയ്യട്ടെ എന്നാണ്. ആ രാമേശ്വരത്തിൽ വർത്തിക്കുന്നതായ ആ ദേവചൈതന്യം തത് തു മേ ചിത്തേ രത്നഭൂതം. അത് എൻ്റെ ചിത്തത്തിൽ രത്നഭൂതമായിട്ട് എന്ത് ചെയ്യട്ടെ? നർനർത്തു എന്നും നർത്തനം ചെയ്യട്ടെ, സാതിശയമായി നർത്തനം ചെയ്യട്ടെ. അപ്പൊ വിശേഷണങ്ങളാണ് പറയുന്നത്. എന്തൊക്കെയാണ്? രാമേശ്വര നിലയ നിവിഷ്ട. രാമേശ്വരം എന്ന നിലയത്തിൽ നിവിഷ്ടമായിരിക്കുന്നതാണ്. അമൃത പ്രേതഭാവി ദിലോകി മുക്തി സ്ഥാനവുമാണ്. അമൃത പ്രേതഭാവികളായിട്ടുള്ള ദ്വിലോകി. അപ്പൊ അമൃത ഭാവിയും പ്രേതഭാവിയും
ആയിട്ടുള്ള ദ്വിലോകികൾ. ഇവിടെ അമൃതം എന്നുള്ളതിന് നെക്ടാർ എന്നുള്ള അർത്ഥമൊന്നുമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മരിച്ചിട്ടില്ലാത്തവര്, ജീവനോടെ വർത്തിക്കുന്നവരായ ആളുകൾ, അമൃതർ. അമൃതരും പ്രേതരും. പ്രേത എന്ന് പറഞ്ഞാല് പ്രകൃഷ്ടമായ രീതിയിൽ ഇതരായവര്, പൂർണ്ണമായും തിരിച്ചു വരാത്ത വിധത്തിൽ ഇവിടെ നിന്ന് പോയിട്ടുള്ളവർ. അതാണ് ആര്? പ്രേതർ എന്ന് പറയുന്നത്. മരിച്ച് പോയവർ, പ്രകൃഷ്ടമായ രീതിയിൽ ഇവിടെ നിന്ന് പോയവർ, അഥവാ പരേതർ, പരത്തിലേക്ക് പോയവർ. അപ്പോ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും ആയിട്ടുള്ള ആളുകൾക്ക് എന്തായിരിക്കുന്നതാണ്? അമൃത പ്രേത ഭാവി ദ്വിലോകി മുക്തി സ്ഥാനം. ഇവർക്ക് രണ്ടു കൂട്ടർക്കുമുള്ളതായ ദ്വിലോകി, രണ്ട് ലോകങ്ങൾ. ഏതാണ് ഈ രണ്ട് ലോകങ്ങൾ? ഒന്ന് ഈ ലോകം എന്ന് പറയുന്നത് ഇഹലോകം തന്നെ, അമൃതരായിട്ടവർ. മരിച്ചിട്ടില്ലാത്തവർക്ക്, ജീവിച്ചിരിക്കുന്നവർക്ക് ഈ ലോകം തന്നെ. മരിച്ചവർക്കുള്ളതായ പരലോകം. അപ്പൊ ഇതിൽ വേറൊരു സംഗതിയും കൂടെ അതിലുണ്ട്. ഈ രണ്ട് ലോകത്തിൽ ഉള്ളവരെന്ന് പറയുമ്പോൾ മരിച്ചവരെല്ലാം പരലോകത്തിൽ ഉണ്ട് എന്നൊരർത്ഥം അതിന് ഇല്ല. അങ്ങനെ വന്നാൽ നമുക്ക് എന്തില്ലാതെ വരും? മുക്തി എന്ന സങ്കല്പത്തിന്റെ പ്രസക്തി ഇല്ലാതെ വരും, അല്ലെ? മരിച്ചവരൊക്കെ പരലോകത്തുണ്ടെങ്കിൽ എന്താണ്? അപ്പോ മുക്തിക്ക് പ്രസക്തിയില്ല. അപ്പൊ മുക്തി ആർക്കും ലഭിച്ചിട്ടില്ല. മുക്തരായവർ എന്താണ്? അവർ കൈവല്യം പ്രാപിച്ചു കഴിഞ്ഞു. അപ്പൊ പിന്നെ എന്തില്ല? അവിടെ വേറിട്ടൊരു സ്ഥിതി ഇല്ല. അതുകൊണ്ടാണ്. അപ്പൊ പിതൃലോകം, ദേവലോകം മുതലായിട്ടുള്ള ലോകങ്ങളൊക്കെ പരലോകങ്ങളാണ്. അവയിൽ വർത്തിക്കുന്നവരും ഈ ജീവലോകത്തിൽ ഉള്ളവരും ആയിട്ടുള്ള എല്ലാവർക്കും മുക്തി സ്ഥാനം, അവർക്ക് മുക്തി പ്രദാനം ചെയ്യുന്നതിനുള്ള സ്ഥാനമാണ്. മരിച്ചു പോയിട്ടുള്ളവരിൽ മുക്തി ലഭിച്ചിട്ടില്ലാത്തവർക്ക് മുക്തി പ്രദാനം ചെയ്യാൻ കഴിയുന്നത്. ഈ ലോകത്തിൽ ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്നവരായ ആളുകൾക്കും മുക്തി നൽകുന്നതിന് ശക്തമായ പര്യാപ്തമായ സ്ഥാനമായി വർത്തിക്കുന്നവനായ ആ ദേവൻ പിന്നെ എങ്ങനെയാണെന്നാണ് പറയുന്നത്? ഗൗരി സഖ, ഗൗരി ദേവിക്ക് സഖാവായി വർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഗൗരി ദേവിയുടെ തന്നെ അതേ പ്രഭാവത്തോടെ വർത്തിക്കുന്നത്. അപ്പൊ നമ്മൾ ദേവി ശക്തിയായി കണ്ടാലും വ്യത്യാസമില്ല, ദേവനായി കണ്ടാലും അതിൽ വ്യത്യാസമില്ല. ഗൗരി സഖനായി വർത്തിക്കുന്നവനായ. അപ്പൊ ഇവിടെ മറ്റെല്ലായിടത്തും സാധാരണ പത്നിമാരെ ഇടതുവശത്താണ് സങ്കല്പിക്കാറ്. ഇവിടത്തെ സങ്കല്പം എങ്ങനെയാണ്? ദേവി വലതുവശത്ത് തന്നെ വർത്തിക്കുന്നതായിട്ടാണ്. അങ്ങനെ ഒരു പുതിയ സഖീഭാവത്തിൽ വർത്തിക്കുകയാണ് ഇവിടെ. അങ്ങനെ വർത്തിക്കുന്നവനായ ആ ദേവന് എന്തുണ്ടെന്നാണ് പറയുന്നത്? അഭൂതം യത് പദയുഗം. ആ ദേവന്റെ അഭൂതമായ പദയുഗം, പദയുഗം പാദയുഗം അല്ലെ? പാദം അഭൂതമായതെന്ന് പറയുമ്പോൾ എന്താണ്? ഭവിച്ചിട്ടില്ലാത്ത പാദയുഗം. ഇതിന്റെ അർത്ഥം പറയണമെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകേണ്ടി വരും? പുരുഷ സൂക്തത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും. പുരുഷ സൂക്തം ഋഗ്വേദത്തിൽ എല്ലാ വേദങ്ങളിലും ഉള്ള സൂക്തമാണ് പുരുഷ സൂക്തം. എല്ലാ 4 വേദങ്ങളിലും ഉണ്ട്. അതിലെ മന്ത്രസംഖ്യക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. ആ സംഖ്യയിൽ വ്യത്യാസം വരുന്നത് എന്തുകൊണ്ടാണ്? അത് വൃത്തത്തിൽ വ്യത്യാസം വരുന്നതും ഓരോ മന്ത്രത്തിലും ഉൾക്കൊള്ളുന്ന ആ ആശയ അംശത്തിന്റെ വ്യത്യാസം വരുന്നത് കൊണ്ടുമാണ്. അല്ലാതെ എന്തല്ല, അത് ഒന്നിനൊന്ന് വ്യതിരിക്തമായിട്ടോ വിപരീതമായിട്ടോ വരുന്നത് കൊണ്ടല്ല. അപ്പൊ അവിടെ പറയുന്നത് എന്താണ്? ഏതാ സഹസ്രശീർഷ പുരുഷ, മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന മന്ത്രമാണത്. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ്, അല്ലെ? ആയിരക്കണക്കിന് ശിരസുകളോടുകൂടി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഓംനിഷ്യന്റ് എന്ന അർത്ഥമാണ്. എല്ലാം അറിയുന്ന എന്ന അർത്ഥമാണ്, അല്ലെ? സഹസ്രപാത്ത്, ഓംനി പ്രസന്റ്, എല്ലായിടത്തും സ്ഥിതി ചെയ്യുന്നതാണ്. ആയിരക്കണക്കിന് കാലുകളുണ്ടെന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? എല്ലായിടത്തും സ്ഥിതി ചെയ്യുന്നതാണ്. ഓംനി പ്രസന്റ്, ഓംനി പൊട്ടന്റ്, ഓംനിഷ്യന്റ് എങ്ങനെയുള്ള അർത്ഥങ്ങളാണ് ഇതിലൂടെ പ്രകടിപ്പിക്കുന്നത്. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ, എല്ലാം കാണുന്നവൻ, സഹസ്രപാത്ത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ പുരുഷൻ എങ്ങനെയാണ്? ഏതാവാനസ്യ മഹിമ അതോ ജായാംശ്ച പൂരുഷ, അല്ലെ? അത് എന്തുകൊണ്ടാണ്? പാദോ അസ്യ വിശ്വാഭൂതാനി ത്രിപാദസ്യ അമൃതം ദിവി. ഈ ദേവന്റെ മഹത്വം എന്തെന്ന് ചോദിച്ചാൽ
ഇക്കാണായ പ്രപഞ്ചം മുഴുവൻ അദ്ദേഹത്തിന്റെ ആ പുരുഷന്റെ പാദം മാത്രമാണ്, 4-1 അംശം മാത്രമാണ്. ഈ കാണായത് എല്ലാം പ്രപഞ്ചം മുഴുവൻ എന്താണ് 4-1 അംശം. ത്രിപാദസ്യ അമൃതം ദിവി. അപ്പൊ അതിന്റെ ബാക്കി 3 ഭാഗം എവിടെ വർത്തിക്കുന്നു? ആ ബാക്കി 3 ഭാഗം അമൃതമായി ദിവത്തിൽ വർത്തിക്കുന്നു, സ്വർഗീയമായി അത് വർത്തിക്കുന്നു. അത് ഈ പുരുഷന്റെ എന്താണ്? ഈ പുരുഷന്റെ മഹിമയാണ്, മഹത്വമാണ് എന്നർത്ഥം. അപ്പോ അങ്ങനെ അഭൂതമായ, അതാണ് ഭവിച്ചിട്ടില്ലാത്തത്. ഭൂതം ഭവിച്ചത്, അഭൂതം ഭവിച്ചിട്ടില്ലാത്തതായ പാദയുഗം, പാദങ്ങൾ, ആ ദേവന്റെ പാദങ്ങൾ. ബ്രഹ്മേന്ദ്രാദി ദിക്പാലക മകുട തടീരാജി നീരാജിതം സത്. ബ്രഹ്മൻ, ഇന്ദ്രൻ മുതലായ ദിക്പാലകരുടെ മകുടതടീ രാജി നീരാജിതം സത്. ബ്രഹ്മാവ്, ഇന്ദ്രൻ മുതലായ ദിക്പാലകന്മാരുടെ മകുടം എന്താണ്? കിരീടം. കിരീടത്തിലെ രത്നങ്ങൾ കൊണ്ട്, രത്നങ്ങളുടെ രാജി കൊണ്ട് നീരാജിതമായി പരിരസിക്കുന്നു. അപ്പൊ ഈ ദേവന്റെ പാദത്തെ ബ്രഹ്മാവ്, ഇന്ദ്രൻ മുതലായിട്ടുള്ള ദിക്പാലകന്മാർ കിരീടമണിഞ്ഞ ശിരസ്സോടെ ആ പാദത്തിൽ നീരാജന അർപ്പിക്കുന്നു. ആ പാദത്തിൽ വന്നിട്ട് അവര് എന്ത് ചെയ്യുന്നു? പ്രണമിക്കുന്നു. ആ പ്രണമിക്കുമ്പോൾ അവരുടെ കിരീടങ്ങളിൽ ഖചിതങ്ങളായിട്ടുള്ള രത്നങ്ങളുടെ ശോഭ കൊണ്ട് കാലിൽ ഇങ്ങനെ എന്താണ്? നീരാജന ഒഴിയുന്നതായ പ്രതീതി ഉണ്ടാകുന്നു. അപ്പൊ അവര് വന്ന് പാദത്തിൽ നമസ്കരിക്കുന്നു എന്നാണ്. അപ്പൊ ഇതെല്ലാം എന്താണ്? ഗംഗാരതി പോലെയാണ്. ഗംഗയിൽ ആരതിക്ക് എങ്ങനെയാണ്? എല്ലാവരും എന്താണ്? ദീപം കത്തിച്ച് അതിൽ വെക്കുമ്പോൾ എല്ലാം വളരെ മനോഹരമായിട്ടുള്ള കാന്തി അല്ലേ? നിരവധി എന്താണ്? സ്വർണമയമായിട്ടുള്ള ആ ജ്വാലകൾ ഇങ്ങനെ പോകുന്നത് പോലെ ദേവന്മാരിങ്ങനെ അവരുടെ കിരീടത്തിൽ രത്നമുണ്ട്, രത്നങ്ങളുണ്ട്. ആ രത്നങ്ങളുടെ ശോഭ കൊണ്ട് ഈ ദേവന്റെ പാദത്തിൽ നീരാജന ഒഴിയുന്നത് പോലെ വർത്തിക്കുന്നത്. ഇവിടെ ദിക്പാലകന്മാരെന്ന് പറയുമ്പോൾ ആരാണ്? ദിക്പാലകന്മാരെന്ന് പറയുമ്പോൾ നമ്മൾ കിഴക്ക് തൊട്ട് അങ്ങോട്ട്, കിഴക്ക്, തെക്ക് കിഴക്ക്, തെക്ക്, തെക്ക് പടിഞ്ഞാറ്, പടിഞ്ഞാറ്, ഇങ്ങനെയുള്ള ക്രമത്തിൽ ദിക്കുകളും വിദിക്കുകളും നോക്കിയാൽ 8 ദിക്പാലകന്മാരാണ് വരിക. അപ്പൊ ആരാണ്? ഇന്ദ്രൻ, വന്നി, പിതൃപതി, നിരുതി, വരുണൻ, മരുത്ത്, കുബേരൻ, ഈശൻ. ഈ 8 ദേവന്മാരാണ് വരിക അല്ലെ? തമിഴ്നാട്ടിൽ പോയാൽ അവിടെ അണ്ണാമലയിൽ ചെന്നാൽ അവിടെ ഗിരിവലം എന്ന് പറയുന്ന ഒരു എന്താണ് നേർച്ചയാണ് എല്ലാവരും ചെയ്യുന്നത്. ഗിരിവലം. ഗിരിവലം എന്താണ്? ആ മലയെ ചുറ്റുകയാണ് ചെയ്യുന്നത്, അണ്ണാമലയെ ചുറ്റുകയാണ് ചെയ്യുന്നത്. ആ ഗിരിയെ ചുറ്റുന്നിടത്ത് അവരൊരു പ്രത്യേകമായ എന്താണ് പറയാ, ഒരു നല്ലൊരു പ്രവൃത്തി അവര് ചെയ്തു വെച്ചിട്ടുണ്ട്. മലയെ ചുറ്റുമ്പോ എന്താണ്? 8 ദിക്കിലും അവർ പോകുന്നുണ്ട്. ഈ 8 ദിക്കിലും അതത് ദേവന്മാരുടെ ക്ഷേത്രങ്ങൾ പണിതു വെച്ചിട്ടുണ്ട്. അതാണ് തമിഴ്നാട്ടുകാർക്ക് അറിയാം എങ്ങനെ ഒരു സാഹചര്യം ജനോപകാരകമായി മാറ്റണം എന്നുള്ളത്. അവിടെ വലയം ചെയ്യുമ്പോൾ 4 ദിക്കിലും 4 വിദിക്കുകളിലും 8 ക്ഷേത്രങ്ങളുണ്ട് അവിടെ. അപ്പോ കിഴക്കിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഇന്ദ്രന്റെ ക്ഷേത്രമുണ്ട്. തെക്ക് കിഴക്കിലേക്ക് നമ്മൾ ചെയ്യുമ്പോൾ അവിടെ അഗ്നിദേവന്റെ ക്ഷേത്രമാണ്. തെക്കോട്ട് ചെല്ലുമ്പോൾ അവിടെ യമധർമ്മന്റെ ക്ഷേത്രമുണ്ട്. അവിടുന്ന് വീണ്ടും തിരിയുമ്പോൾ എന്താണ്? നിർഋതി അല്ലെ? നിർഋതിയുടെ ഉണ്ട്. അങ്ങനെ വരുണൻ, പിന്നെ എന്താണ്? മരുത്ത്, കുബേരൻ, ഈശൻ, 8. പക്ഷെ അപ്പൊ എന്താ വരുന്നുള്ളൂ? 8 ദേവന്മാരാണ് വരുന്നത്. ഇവിടെ ബ്രഹ്മ, ഇന്ദ്രാദി ദിക്പാലകന്മാർ എന്നാണ് പറഞ്ഞത്. അപ്പൊ അവിടെ ഈ 8 ദേവന്മാരിൽ ആര് വരുന്നില്ല? ബ്രഹ്മൻ വരുന്നില്ല. അപ്പൊ ബ്രഹ്മൻ എവിടെയാണ്? ബ്രഹ്മൻ മുകൾ ഭാഗത്തിന്റെ ദേവനാണ്. അപ്പോ ഇന്ദ്രാദി എന്ന് പറഞ്ഞതിൽ എന്താണ്? ബ്രഹ്മനെയും ഉൾപ്പെടുത്തിയപ്പോൾ 10 ദിക്പാലകന്മാരെയും ഗ്രഹിക്കുന്നു. താഴെ ആരാണ്? താഴെ അനന്തൻ അല്ലെ? താഴെ അനന്തനുമാണ്. അപ്പൊ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ട് ഇത്.
ക്ഷേത്രങ്ങളിലെ അകത്തെ ബലിവട്ടത്തിൽ 21 ബലിക്കല്ലുകളുണ്ട് ഓരോ ക്ഷേത്രത്തിലും. ആ 21 ബലിക്കല്ലുകൾ ആരെ പ്രതിനിധാനം ചെയ്യുന്നതാണ്? ആദ്യം തന്നെ 10 ദിക്പാലകന്മാരാണ്. ഈ പറഞ്ഞ ഇന്ദ്രൻ, മന്നി, പിതൃപതി, നിരുതി, വരുണൻ, മരുത്ത്, കുബേരൻ, ഈശൻ, ബ്രഹ്മൻ, അനന്തൻ. ഈ 10 പേരെ പ്രതിനിധാനം ചെയ്യുന്നതാണ് 10 ബലിക്കല്ലുകൾ. പിന്നെ അവിടെ സപ്ത മാതാക്കളാണ് അല്ലെ? സപ്തമാതാക്കളെ അറിയാമല്ലോ അല്ലെ? ബ്രാഹ്മി, മാഹേശ്വരി ചൈവ, കൗമാരി, വൈഷ്ണവി തഥാ വാരാഹീച്ച തഥാ ഇന്ദ്രാണി ചാമുണ്ട സപ്തമാതര. ഈ 7 മാതാക്കളും അവിടെയുണ്ട്. അപ്പൊ എത്രയായി? 10 7 17 ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ആരുണ്ട്? പിന്നെ അവിടെ വൈശ്രവണനുണ്ട്, പിന്നെ നമ്മുടെ സുബ്രഹ്മണ്യനുണ്ട്, പിന്നെ ആരാണ്? കുബേരനല്ല, ആര്യൻ. ആര്യൻ എന്ന് പറയുന്നത് ആരാണ്? ധർമ്മശാസ്താവ്. ആര്യൻ എന്നാണ് ധർമ്മശാസ്താവിന് ആര്യൻ എന്നൊരു പേരുണ്ട്. ആ ധർമ്മശാസ്താവും അവിടെയുണ്ട്. ദുർഗയും ഉണ്ട്. സപ്തമാതാക്കൾക്ക് പുറമെ ദുർഗയും ഉണ്ട്. അപ്പോ വൈശ്രവണനായി, പിന്നെ ആരാണ്? ധർമ്മശാസ്താവായി, സുബ്രഹ്മണ്യനായി, ദുർഗയായി. അപ്പൊ എത്രയായി? 10 7 17 4 21 ബലിക്കല്ലുകൾ അകത്തെ ബലിവട്ടത്തിൽ ക്ഷേത്രങ്ങളിൽ ഉണ്ട്. ചില ക്ഷേത്രങ്ങളിൽ 21 കൂടുതൽ കാണാം. എണ്ണി നോക്കിയാൽ അത് ചില ദേവന്മാരെ അവിടെ അംഗരക്ഷകരോട് കൂടിയ സങ്കല്പത്തിലാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ചിലർക്ക് പരിചാരകന്മാരുണ്ട്, അംഗരക്ഷകന്മാരുണ്ട്. അങ്ങനെയാണ് വ്യത്യാസം വരുന്നത്. യഥാർത്ഥത്തിൽ അവിടെ പ്രതിനിധാനം ചെയ്യപ്പെടുന്നത് 21 ദേവന്മാർ. അപ്പൊ ഇതിൽ ഈ 10 ദിക്പാലകന്മാരെയും ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നത് ഗ്രഹിക്കണം. അപ്പോഴെന്തായി തീർന്നു? എല്ലായിടത്തും അഭിവ്യാപ്തമായിരിക്കുന്നു എന്നാണ്. കാളിദാസൻ സമുദ്രത്തിന്റെ പ്രഭാവത്തെ പറ്റി പറയുന്നത് പോലെ ഈ സമുദ്രം ഇതെങ്ങനെയാണ്? സമുദ്രം സ്ഥിതം ദശ ദിശഃ വ്യാപ്യ മഹിമന. സമുദ്രം 10 ദിക്കുകളിലും അതിന്റെ മഹിമാവ് കൊണ്ട് വ്യാപിച്ചിരിക്കുന്നു എന്ന് കാളിദാസൻ പറഞ്ഞു. വിഷ്ണോരിവ, വിഷ്ണുവിനെ പോലെ. വിഷ്ണു 10 ദിക്കിലും തന്റെ മഹിമ കൊണ്ട് വ്യാപിച്ചിരിക്കുന്ന പോലെയാണത്രേ സമുദ്രം 10 ദിക്കിലും വ്യാപിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് 10 ദിക്കിലും വ്യാപിച്ചിരിക്കുന്നത്? സമുദ്രം ഭൂമിയെ വലയം ചെയ്തിരിക്കുന്നുണ്ട് അല്ലെ? എല്ലായിടത്തും. അതിനു പുറമെ എന്താണ്? അത് ജലം സമുദ്രത്തിൽ നിന്ന് ഭൂമിക്കടിയിൽ മുഴുവൻ വ്യാപിച്ച് ഇരിക്കുന്നുണ്ട്. അത് ബാഷ്പമായി അന്തരീക്ഷത്തിലും വ്യാപിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ വിഷ്ണുവിനെ പോലെ 10 ദിക്ക്. അപ്പൊ പറയുമ്പോൾ സർവവ്യാപിത്വത്തെ കൂടിയാണ് ഇവിടെ ഈ ഒരൊറ്റ വിശേഷണം കൊണ്ട് തീർത്ഥപാദരെ സ്ഥാപിക്കുന്നത് എന്നും കൂടെ നമ്മളവിടെ തിരിച്ചറിയണം. അപ്പൊ വെറുതെ ഒരു കവിയുടെ ഒരു പദപ്രയോഗം എന്തല്ല, അത് വെറുതെ അല്ല. ഒരു പദം പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ആശയപ്രപഞ്ചം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നും കൂടെ അവിടെ ധരിക്കേണ്ടതാണ്. അങ്ങനെയുള്ള ഈ ദിക്പാലകന്മാർ എല്ലാവരും കിരീടമണിഞ്ഞ ശിരസ്സുകളോടെ ഇവിടെ എന്ത് ചെയ്യുന്നു? അവിടെ നീരാജനം അർപ്പിക്കുന്നു. അംശതഃ, ആ ദേവൻ അംശതഃ വിശ്വം വ്യാപ്യ, അംശം കൊണ്ട്, അംശത്തിൽ മാത്രമാണ് എന്തായിരിക്കുന്നത്? വിശ്വത്തിൽ വ്യാപിച്ച് ഇരിക്കുന്നത്. അവിടെയാണ് ത്രിപാദസ്യ അമൃതം ദിവി എന്ന് പുരുഷസൂക്തം പറയുന്നത് ഈ അർത്ഥത്തിൽ ആണ്. മുനിഹൃദയെ തിഷ്ഠതി, മുനിഹൃദയത്തിൽ എങ്ങനെ വർത്തിക്കുന്നു? അതായത് ഈ പ്രഭാവത്തോടെ മുനിഹൃദയത്തിൽ വർത്തിക്കുന്നു. മുനിമാരെല്ലാവരുടെ ഹൃദയത്തിലും ഉണ്ട്, അല്ലാത്തവരുടെ ഹൃദയത്തിലും ഉണ്ട്. പക്ഷെ അവിടെ വർത്തിക്കുന്നവരായി മുനിമാർ കാണുന്നു. തങ്ങളുടെ ഹൃദയത്തിൽ തന്നെ വർത്തിക്കുന്നതായി മുനിമാർ കാണുന്നതായ ഈ ദേവൻ തത് തു മേ ചിത്തേ, അതാകട്ടെ എൻ്റെ ഹൃദയത്തിൽ രത്നഭൂതമായി, രത്നത്തിന്റെ ശോഭയോടുകൂടി നിത്യം നരി നർത്തു, എപ്പോഴും വർത്തിച്ചു കൊണ്ടിരിക്കട്ടെ. അപ്പൊ ഇത് എവിടെയാണ് ഇങ്ങനെയുള്ള ഒരു പ്രതിഷ്ഠയായിട്ട് വർത്തിക്കുന്നത്? രാമേശ്വര ക്ഷേത്രത്തിലാണ്. അപ്പോ ആ ദേവൻ എങ്ങനെയാണ്? ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും ആയിട്ടുള്ളവർ, അതായത് മുക്തി ലഭിച്ചിട്ടില്ലാത്ത എല്ലാ ജീവാത്മാക്കൾക്കും എന്നർത്ഥം. അപ്പൊ അവര് ഈ ലോകത്ത് ജീവിക്കുന്നവരാകട്ടെ അല്ലെങ്കിൽ മറുലോകത്തേക്ക്
പോയവരാകട്ടെ ആരാണെങ്കിലും അവർക്ക് എല്ലാവർക്കും എന്താണ്, അവർക്ക് എല്ലാവർക്കും മുക്തി പ്രദായകനായി ഈ ദേവൻ വർത്തിക്കുന്നു. തന്നെയുമല്ല സവിശേഷമായ സൗഹൃദത്തോടെ ദേവിയോടൊപ്പം വർത്തിക്കുകയും ചെയ്യുന്നു. ദേവി അവിടെ എന്തായിട്ട് കാണുന്നില്ല, തന്നിൽ നിന്ന് വ്യതിരിക്തനല്ല, ഒന്നായിട്ട് ദേവിയെ സഖ്യഭാവേന സുഹൃത് ഭാവേന എന്ത് ചെയ്തിരിക്കുന്നു, സഖ്യത്തോടുകൂടി തന്റെ വലതുവശത്താണ് അവിടെ പ്രതിഷ്ഠിച്ചിട്ടത്. അങ്ങനെ പറയുന്ന ആ ദേവൻ ബ്രഹ്മാവ്, ഇന്ദ്രൻ മുതലായിട്ടവരായ എല്ലാവരും നീരാജന അവരുടെ കിരീടങ്ങൾ അണിഞ്ഞ മസ്തകങ്ങളാൽ പ്രണമിക്കപ്പെടുന്നവനാണ്. ആ പ്രണാമം എന്തായിത്തീരുന്നു, ഒരു നീരാജന പോലെ നിരന്തരമായിട്ടുള്ള ആ പ്രണാമം നീരാജനയുടേതായ പ്രതീതി ഉളവാക്കുന്നു. അങ്ങനെയുള്ള ആ ദേവൻ 10 ദിക്കിലും വർത്തിക്കുന്നതായ ദേവൻ എന്താണ്, ദർശനമുള്ളവരായിട്ടുള്ള ശരിയായിട്ടുള്ള ബ്രഹ്മത്തെ ദർശനം സിദ്ധിച്ചിട്ടുള്ളവരായ ആളുകളുടെ ഹൃദയത്തിൽ തന്നെ വർത്തിക്കുന്നുണ്ട്, അവരതിനെ സാക്ഷാത്കരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആ ദേവൻ എന്ത് ചെയ്യണം എന്നാണ്, എപ്പോഴും സവിശേഷമായ കാന്തിയോടെ നമ്മുടെ ഹൃദയത്തിൽ വർത്തിക്കുവാൻ എന്താകണം, വർത്തിക്കുമാറാകണം. സവിശേഷമുണ്ട്. അത് അവിടെയും ഈ പറയുന്നത് പോലെ യങ്ലുക്ക് ആയിട്ടുള്ളതായ പദമാണ് പ്രയോഗിച്ചിട്ടത്. അപ്പൊ യങ്ലുക്കിനെ പ്രയോഗിക്കുമ്പോൾ എന്താണ്, അത് സവിശേഷമായിട്ട് അല്ലെങ്കിൽ എന്താണ്, നിരന്തരമായിട്ട്, നൈരന്തര്യം അഥവാ സവിശേഷത, ഈ 2 അർത്ഥമാണ് അവിടെ പ്രകാശിപ്പിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് എപ്പോഴും തൻ്റെ ഉള്ളിൽ വർത്തിക്കണം, അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിൽ വർത്തിക്കുന്നതിൽ നിന്ന് വ്യതിരിക്തമായ പ്രഭാവാതിരേകത്തോടെ വർത്തിക്കണം എന്ന് അർത്ഥം. അപ്പോൾ ഇത് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഈ പുരുഷ സൂക്തത്തിന്റെ ആശയത്തെ നമ്മളിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നതും കൂടെ ഇവിടെ തിരിച്ചറിയണം. അപ്പൊ അത്രയും വരുമ്പോ ഇതിന്റെ ആശയമായിട്ട് വരുന്നു. ചിത്തേ നർനർത്തുമേ തത് പദയുഗം അമൃത പ്രേതഭാവി ദ്വിലോകീ മുക്തിസ്ഥാനസ്യ രാമേശ്വര നിലയ നിവിഷ്ടസ്യ ഗൗരീ സഖസ്യ യത് ബ്രഹ്മേന്ദ്രാദി ദിക്പാലക മകുട തടീരാജി നീരാജിതം സത് വിശ്വം വ്യാപ്യ അംശതത്തിഷ്ഠതി മുനിഹൃദയേ രത്നഭൂതം ത്വഭൂതം എന്നതിന്റെ അർത്ഥം സ്പഷ്ടമായി. ഞാൻ ഇങ്ങനെ എഴുതി വെച്ചു സാറ്. ജീവിച്ചിരിക്കുന്നവരും പരേതരായവരുമായി 2 ലോകങ്ങളിൽ വസിക്കുന്നവർക്ക് മുക്തിസ്ഥാനമായി രാമേശ്വര ക്ഷേത്രത്തിൽ കുടികൊണ്ട് ഗൗരീദേവിക്ക് സുഹൃത്തായി വർത്തിക്കുമേതൊരു ദേവന്റെ അഭൗതികമാം 2 പാദങ്ങളാണോ ബ്രഹ്മേന്ദ്രാദി 10 ദിക്പാലകന്മാർ പ്രണാമമർപ്പിക്കുന്നതിനാൽ അവരുടെ കിരീടപ്രഭ കൊണ്ട് നീരാജനമൊഴിയപ്പെടുന്നത്? അംശമാത്രം കൊണ്ടേതൊരു പാദയുഗളമാണോ വിശ്വമാകെ വ്യാപിച്ചിരിക്കുന്നത്? മാമുനിമാരുടെ ഹൃദയങ്ങളിൽ ഏതു 2 പാദപത്മങ്ങളാണോ സദാ പരിലസിക്കുന്നത്? ആ പാദയുഗളം എന്നിലും രത്നങ്ങളായി ജാജ്വല്യമാനം നിരന്തരം നർത്തനം ചെയ്തു വിളങ്ങിടട്ടെ. ഇവിടെ ഇതിലൊരു ചെറിയ ഇത് കുഴപ്പമില്ല, ഇതിനെ ഇങ്ങനെ തർജ്ജമ ചെയ്തതില് കുഴപ്പമൊന്നുമില്ല, ആശയപ്രപഞ്ചനം ചെയ്തതില് തെറ്റില്ല. പക്ഷെ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ഇതിൽ വേറൊരു കാര്യമുണ്ട്. ഒരൊറ്റ പാദം കൊണ്ടാണ് ഈ ഭൂമിയെ മുഴുവൻ, അല്ലെ, പാദോ അസ്യ വിശ്വ ഭൂതാരി ത്രിപാദസ്യ അമൃതം ദിവി. 3 പാദവും എന്താണ്, മുകളിൽ വർത്തിക്കുകയാണെന്നാണ്, അല്ലെ. ഇവിടെ പറയുമ്പോൾ എന്താണ്, പാദയുഗളം എന്നാണ്. പാദയുഗളത്തെ ധ്യാനിക്കുന്നു, അല്ലെങ്കിൽ അവര് നീരാജന അർപ്പിക്കുന്നു പാദയുഗളത്തെ. അപ്പൊ അപ്പൊ വീണ്ടും ഒരു പാദം എന്നുള്ള എന്താണ് പറയാ, ഒരു ശങ്ക ചിലപ്പോ ഉണ്ടാകാം അവിടെ, അല്ലേ. പക്ഷെ അവിടെ എന്താണ്, അവിടെ ഒരു ദേവനെ നമ്മളൊരു മാനുഷ ആകാരം നമ്മൾ സങ്കല്പിക്കുകയാണ്. ആ മാനുഷ ആകാരം സങ്കല്പിക്കുമ്പോ എന്താണ്, അത് 2 പാദങ്ങളോട് കൂടിയതായിട്ട് പറയുന്നു. വാസ്തവത്തിൽ 2, 3, 4 ഒന്നും അല്ലല്ലോ.
ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? സഹസ്രപാത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സഹസ്രപാത്തായ ആ ദേവൻ ഈ രൂപത്തിൽ നമുക്ക് പ്രത്യക്ഷീഭവിക്കുന്നു എന്ന് മാത്രം. അങ്ങനെ കാണുന്നതിനുണ്ട്. പണ്ട് അർജുനന് വിശ്വരൂപം കാട്ടിക്കൊടുത്തു പോലെ, വിശ്വരൂപം കാട്ടിക്കൊടുത്തു അർജുനനെ അല്ലേ? പണ്ട് എങ്ങനെയാണ് ദേവകി യശോദാദേവിയുടെ മുമ്പില് വായ പിളർന്നു കഴിഞ്ഞപ്പോ അത്യത്ഭുതമായിട്ട് കണ്ടു. അർജുനൻ എന്ത് കാണിച്ചു കൊടുത്തു? ഈ ചതുർബാഹു രൂപം അർജുനന് കാണിച്ചു കൊടുത്തു. അർജുനൻ അത് വളരെ ഹൃദ്യമായിട്ട്. അപ്പൊ അത് നമ്മുടെ മനസ്സ് രമിക്കുന്ന ഒരു രൂപമാണ് അവിടെ കാണിച്ചു തരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ അപ്പൊ അങ്ങനെയുള്ള ദേവന്റെ പാദയുഗണം. ഈ രണ്ട് ഒരു ഒറ്റപാദം കൊണ്ട് ഇവിടെ മുഴുവൻ അഭിവ്യാപ്തരായിരിക്കുന്ന ദേവൻ തന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് എന്തായിരിക്കുന്നു? രണ്ട് പാദത്തില് വർത്തിക്കുന്നു. ഓരോരുത്തർക്കും ഇഷ്ടമായിട്ടുള്ള രൂപത്തിലാണ് അല്ലെ? അപ്പൊ നമ്മള് ഈ പേരക്കുട്ടികളെ ലാളിക്കുന്ന മുത്തശ്ശന്മാരെ കണ്ടിട്ടില്ലേ? അവരെന്താണ്, പേരക്കുട്ടി മുത്തശ്ശന് ഇപ്പൊ ആനയാവണമെന്ന് പറഞ്ഞാൽ ആനയാവും. കാരണം അവന്റെ മനസ്സിന് അത് സന്തോഷമാവണമെങ്കിൽ എന്ത് വേണം? അപ്പൊ അവിടെ ആനയായി. ഇതുപോലെ തന്നെയാ. അപ്പൊ ഈശ്വര ശക്തി നമ്മെ എങ്ങനെയാണ് കാണുന്നത്? നമ്മളൊരു പിഞ്ചു കുഞ്ഞിനെ കാണുന്നതിനേക്കാളും പിഞ്ചായിട്ടാണ് ഈശ്വരൻ നമ്മളെ കാണുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തായിട്ട് തീരുന്നു? നമ്മുടെ മനസ്സിന് രമിക്കാൻ പറ്റുന്ന ആ രൂപത്തിലാണ് ഇതിന്റെയൊക്കെ ദർശനം എന്നുള്ളതാണ് ഇവിടുത്തെ അതിന്റെ സവിശേഷത. അത് ആ മാമുനിമാരുടെ ഹൃദയങ്ങളിൽ ഏത് രണ്ടെന്നുള്ള ഞാൻ രണ്ട് കളഞ്ഞു. അപ്പൊ മാമുനിമാരുടെ അവർക്ക് പിന്നെയും കുറച്ചുകൂടെ ഇത് ചെയ്യാൻ പറ്റുമല്ലോ. വിശാലതയുണ്ട്. അതെ, അപ്പൊ അതുകൊണ്ട് ഞാൻ രണ്ട് കളഞ്ഞു. അത് മാമുനിമാരുടെ ഹൃദയങ്ങളിൽ ഏതു പാദപത്മങ്ങളാണോ സദാ പരിലസിക്കുന്നത് എന്നാക്കി രണ്ട് കളഞ്ഞു. അതെ അതെ അതെ, അത് നന്നായി സാർ, അത് പറഞ്ഞു തന്നെ നന്നായി. അതിന്റെ ആ വ്യത്യാസം പറഞ്ഞു തന്നെ നന്നായി. അത് ഈ രണ്ടെന്ന് വരുമ്പോ ഇങ്ങനെ എല്ലാത്തിനും തോന്നലാണ്. വാസ്തവത്തിൽ അങ്ങനെ ചിന്തിക്കുമ്പോ അങ്ങനെ ഇല്ല താനും. കാരണം ഇത് രണ്ടിനും നിൽക്കുന്നതല്ല. ഇതെന്താണ്? അതിനൊക്കെ അപ്പുറം പോകുന്നതാണ്. സഹസ്രശീർഷാഹ സഹസ്രാക്ഷ സഹസ്രപാത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ ലഭിക്കാം? അപ്പൊ അർജുനനോടും പറഞ്ഞത് അങ്ങനെയല്ലേ? അർജുനൻ എനിക്ക് ആ ചതുർബാഹു രൂപം തന്നെ എനിക്ക് കാട്ടിത്തരണം എന്ന് അർജുനൻ അവിടെ പറഞ്ഞു. അപ്പോഴാണ് ആ പ്രഭാവം കാണുമ്പോഴാണ്, ഓ ഇതുവരെ എടോ യാദവ എന്തൊക്കെ വിളിച്ചിട്ടുണ്ട്, എടോ സുഹൃത്തെ യാദവ എന്നൊക്കെ എന്നൊക്കെ വിളിക്കണ്ടായിട്ടുണ്ടല്ലോ അല്ലേ? അപ്പൊ ഇപ്പൊ അതെന്തായി തീർന്നു? അതൊക്കെ അന്തായിന്ന് തോന്നുകയാണ്. അങ്ങനെയൊന്നും പറയാൻ പറ്റുന്നതായിരുന്നില്ലല്ലോ എന്നാണ്. എന്നാലോ ഈശ്വരന്റെ പ്രഭാവം എന്താണ്? ഭക്തനും ദാസനാകുന്നതാണ് രൂപം അല്ലേ? ഈശ്വരന്റെ പ്രഭാവം എന്ന് നമുക്ക് അറിയാം. ഞാൻ നമുക്ക് എന്തെങ്കിലും പറയേണ്ടതുണ്ടോ? അസ്പഷ്ടമായിട്ടുള്ള എന്തെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ചേട്ടൻ എന്തെങ്കിലും പറയാനുണ്ട്? ചേട്ടൻ ഇന്ന് യാത്രയാണ്. വളരെ വിശദമായ വ്യാഖ്യാനമാണ് സാർ ഈ രണ്ട് ശ്ലോകങ്ങൾക്ക് നമുക്ക് തന്നിട്ടുള്ളത്. ഈ രണ്ട് ക്ഷേത്രങ്ങളും വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ തന്നെയാണല്ലോ. രാമേശ്വരത്താണ് നമ്മൾ പോയിട്ട് പിതാമഹന്മാർക്ക് വേണ്ടിയുള്ള ബലിതർപ്പണാദികൾ ചെയ്ത് അവരെ മുക്തി നേടുന്നതിന് വേണ്ടിയുള്ള അതിൻ്റെ അർത്ഥം വളരെ വിശദമായിട്ട് സാറിൻ്റെ വ്യാഖ്യാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മൾ സാധാരണ വിശ്വസിച്ചു വരുന്ന ഒരു ദുഷ്കഥാപാത്രമായിട്ടാണ് കൈകേയിയെ നമ്മൾ കണ്ടുവരുന്നത്. അത് നമുക്ക് ഈ ഈ സാറിൻ്റെ വ്യാഖ്യാനത്തിലൂടെ ഒന്ന് മാറ്റി പ്രതിഷ്ഠിക്കേണ്ടതായിട്ടാണ് വന്ന് ചേരുന്നത്. ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി കൈകേയിയെ അനുഭവിക്കുന്ന ത്യാഗത്തെ നാം മനസ്സിലാക്കുമ്പോൾ നമ്മൾ കൈകേയിയോടുള്ള ആ മനോഭാവത്തെ നമുക്ക് ഈ പ്രഭാഷണം കേട്ടിട്ടുള്ളവർക്കെങ്കിലും തിരിച്ച് ചിന്തിക്കേണ്ടതായിട്ട് വന്നുകൂടുന്നു. എത്രമാത്രം ത്യാഗങ്ങളാണ് അമ്മ, എത്രമാത്രം നിന്ദ്യമായ വാക്കാണ് സ്വന്തം മകനിൽ കൂടി പോലും കേൾക്കാനിടയായിട്ടുള്ളത്. ഇതെല്ലാം ആലോചിക്കുമ്പോൾ ഇത്തരത്തിലുള്ള നല്ല വ്യാഖ്യാനങ്ങളിലൂടെ കൂടി മാത്രമേ നമുക്ക് നീലകണ്ഠതീർത്ഥപാദസ്വാമികളുടെ കൃതികൾ വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതിന് സാറിനെ പോലെയുള്ള അനുഗ്രഹീതരായ ഗുരുക്കന്മാരുടെ പ്രഭാഷണം നമുക്ക് നാൾക്ക് നാൾ ഉണ്ടാകുന്നത് ഏറ്റവും ഒരു അനുഗ്രഹമായിട്ട് കരുതുകയാണ്. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ
പതിപോലെ നിർമ്മാണ ഷഡ്കത്തോടുകൂടി നാം സമാപിപ്പിക്കാം. ആരും ഉണ്ടെന്ന് തോന്നല്ലേ? ഓം വിദ്യാധിരാജായ നമഃ. മനോബുദ്ധ്യഹങ്കാരചിത്താനി നാഹം ന ച ശ്രോത്രജിഹ്വേ ന ച ഘ്രാണനേത്രേ ന ച വ്യോമഭൂമിർന തേജോ ന വായുഃ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന ച പ്രാണസപ്നോ ന വൈ പഞ്ചവായുഃ ന വാ സപ്തധാതുർന വാ പഞ്ചകോശഃ ന വാക്പാണിപാദം ന ചോപസ്തപായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന മേ ദ്വേഷരാഗൗ ന മേ ലോഭമോഹൗ മദോ നൈവ മേ നൈവ മാത്സര്യഭാവ ന ധർമ്മോ ന ചാർത്ഥോ ന കാമോ ന മോക്ഷഃ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദാ ന യജ്ഞാഃ അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്ത ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന മൃത്യുർന ശങ്കാ ന മേ ജാതിഭേദ പിതാ നൈവ മേ നൈവ മാതാ ച ജന്മ ന ബന്ധുർന മിത്രം ഗുരുർനൈവ ശിഷ്യഃ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം അഹം നിർവികൽപോ നിരാകാരരൂപോ വിഭുത്വാച്ച സർവത്ര സർവേന്ദ്രിയാണാം ന ചാസംഗതം നൈവ മുക്തിർന മേയ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഓം വിദ്യാധിരാജായ നമഃ. ഓം ഗുരുഭ്യോ നമഃ.